Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Ya ayyuhalladhina amanu taqullaha wa qulu qawlan sadida. Yuslih lahum a'malakum wa yaghfir lakum dhunubakum. Wa man yuti'illaha wa rasulahu faqad faza fawzan 'azima. Assalamu alaikum wa rahmatullahi wa barakatuhu, my beloved sisters. അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമ്മൾ ഈ വർഷത്തെ ഹജ്ജ് മാസത്തിലെ അഫ്ളലു അയ്യാമു ഡേയ്സിലാണ് നമ്മൾ ഉള്ളത്. പലരും നമ്മളിൽ നിന്നെല്ലാം ഹജ്ജിന് പോയവരുണ്ട്. പക്ഷെ ഇവിടെ നാട്ടിലുള്ള നമുക്ക് ഏതെല്ലാം രീതിയിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാം, അവര് ചെയ്ത പോലെയുള്ള പ്രതിഫലങ്ങൾ പാപമോചനവും സ്വർഗപ്രവേശനവും പിന്നെ ഉന്നത ദർജകളും എങ്ങനെ കരസ്ഥമാക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. എസ്പെഷ്യലി അറഫ ഡേയിൽ, അറഫ ദിനത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണോന്നുള്ള അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റത വഅസീല. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിലും ഔദാര്യത്തിലും പെട്ടതാണ് തന്റെ ദാസന്മാർക്ക് സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നൽകുവാൻ വേണ്ടി അവൻ പ്രത്യേക സമയവും സന്ദർഭവും കാലവും ഒക്കെ നിർണയിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത്. അത്തരത്തിലുള്ള പ്രത്യേക പുണ്യകാലങ്ങളിൽ പെട്ടതാണ് റമളാൻ പോലെ തന്നെ അതിനേക്കാൾ ഒരുപടി മുൻപിലോ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ദിനങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഹൈറു ദുആ ദുആ യൗമുൽ അറഫ ഏറ്റവും നല്ല പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഹജ്ജ് മാസത്തിന്റെ സവിശേഷതകളെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത് ഒന്ന്, അസീസിയയിൽ എത്തുന്ന ഹാജിമാര് എങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യണം, എപ്പോൾ ഹറമിൽ പോകണം, എപ്പോൾ വരണം, എങ്ങനെ തജ്ജുദ് നമസ്കരിക്കാൻ പോകണം, ഏതൊക്കെ രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെ കൊണ്ടുപോകണം എന്ന വലിയൊരു വിഷയത്തെ കുറിച്ചായിരുന്നു ക്ലാസ്. അത് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഒരുപാട് റിവ്യൂസ് ഉള്ള ക്ലാസ്സാണ്, ആളുകൾ ഒരുപാട് കണ്ടിട്ടുമുണ്ട് അൽഹംദുലില്ലാ. പിന്നെ ദുൽഹിജ്ജ 10 ദിവസങ്ങളിലെ മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ അത് കഴിഞ്ഞു. പിന്നെ ഹാജിമാർ അറഫയിൽ എന്ത് ചെയ്യണം എന്നുള്ള, അതായത് പെർഫെക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത്. കാരണം ഞാനും 2014 ഹജ്ജിന് പോയപ്പോ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റി. അപ്പൊ അത് ഇനിയുള്ളൊരു ജനറേഷൻ അത് ഉണ്ടാകരുതല്ലോ എന്ന് വിചാരിച്ചു കൂടിയായിരുന്നു ആ ഒരു ക്ലാസ്. അൽഹംദുലില്ലാ. ടുഡേ ഐ വിഷ് ടു എക്സ്പ്ലെയിൻ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുത്തു തരാൻ വിചാരിക്കുന്നത് അതായത് അറഫാ ദിനത്തിൽ വാട്ട് വി വിൽ ഡു അറഫാ ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പവിത്രമായ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആ ശ്രേഷ്ഠമായ ദിവസങ്ങൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് വരെ ഒരുപാട് അറഫകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മളൊന്നും വേണ്ടത്ര കെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് അറിഞ്ഞൂടാ എന്തെല്ലാം അറഫന്റെ പ്രത്യേകതകൾ, എന്തെല്ലാം ചെയ്യണം എന്നുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മിഷ്കാത്ത് യാസിൻ നൂർസദരി ഗ്രൂപ്പുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കുന്നുണ്ട് വിവിധ മാർഗങ്ങളിൽ കൂടി. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ മാഷാ അല്ലാഹ്. അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ, ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുആ അറഫയിലെ ദുആകളാണ് അപ്പൊ ഡോണ്ട് തിങ്ക് അബൌട്ട് ഇത്. നിങ്ങൾ വിചാരിക്കും അത് ഹാജിമാർക്കല്ലേ, അവരല്ലേ അറഫയിലുള്ളത് എന്ന് വിചാരിക്കും നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കുന്നവരാണ്. എന്നാൽ ഹുസൈൻ സൽഫിന്റെ ക്ലാസ് കേട്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, വി ടു വിൽ റിസീവ് ദാറ്റ് റിവാർഡ്, ഞങ്ങളും കൂടെ ആ ഒരു പ്രതിഫലത്തിന് അർഹരാണ്. അതായത് നോൺ ഹാജിമാർക്കും ഇതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അപ്പൊ സോ വിൽ നെവർ ഇഗ്നോർ. അപ്പൊ അതുകൊണ്ട് ഈ ദുആകളും ഈ അമലു സ്വാലിഹാത്തുകളും ഒന്നും നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്തുകൂടാ. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിലെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഒക്കെ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. അഫലു മാ കുന്തു
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക അതായത് നിങ്ങൾ എവിടെ എന്തായിരുന്നാലും അല്ലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ഒരു ദുആ, അത് അറഫാ ദിനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ആണ് അല്ലെ. അതിന് അള്ളാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല എന്നുള്ള ഒരു ദുആ ആണ് അല്ലെ. അതായത് ഇത് ഇബ്ലീസിന് അത്ര പിടിക്കൂല. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കാളികളെ ചേർക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇബ്ലീസ് കിണഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ. വെൻ ഇറ്റ് ഹേർഡ്, അത് അറഫാ ദിനത്തിൽ ഈ ഒരു ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക, അതായത് അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരനുമില്ല എന്ന് പറയുമ്പോ ഇബ്ലീസ് ഇങ്ങനെ കരഞ്ഞോടും അത്ര അല്ലെ. ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. കരഞ്ഞ് നെട്ടോട്ടം ഓടും അല്ലെ. പിന്നെ അപ്പൊ ഈ ഒരു ദുആ, ഈ ദിവസത്തിന്റെ പ്രത്യേകത വെച്ചാൽ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് അറഫ, അതായത് അള്ളാഹു ഏഴാൻ ആകാശത്ത് നിന്ന് താഴോട്ട് വന്ന് എത്തി നോക്കുന്ന ദിവസമാണ് അല്ലെ. ആ ദിവസത്തിൽ അള്ളാഹു ഭയങ്കരമായിട്ട് ഒരു അഭിമാനം കൊള്ളുന്ന ദിവസം കൂടിയാണ്. ബിക്കോസ് അന്ന് ഹാജിമാര് നേരാവണ്ണം അല്ലെ കുളിക്കാതെ, വാസന വെച്ചാല് നല്ല സോപ്പുകളൊന്നും തേക്കാണ്ടും, മുടി പാറിപ്പറന്ന് ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ പിന്നെ ഇട്ട് ജരാനര പോലെ ആയിട്ട് എന്തെല്ലോ ഒരു കോലത്തിൽ, ഒരു പൗഡർ സ്പ്രേ ഒക്കെ ബ്രാൻഡഡ് മുന്തിയ സ്പ്രേസ് ഒക്കെ ഉപയോഗിക്കുന്ന ആണുങ്ങളൊക്കെ അതേ കോലത്തിലൊക്കെ അല്ലെ, നല്ലതൊന്നും ഇടാണ്ട് കൊടുക്കാണ്ട് എന്തോ ഒരു മാതിരി, ഇവൻ ഒരു മര്യാദക്കുള്ള ഒരു ചെരുപ്പ് പോലും ചവിട്ടാണ്ട് മുഷിഞ്ഞ് നടന്ന് ക്ഷീണിച്ച് എന്നിലേക്ക് പാപമോചനത്തിനായിട്ട് കൈകൾ ഉയർത്തുന്ന ഹാജിമാരെ കാണുമ്പോ അള്ളാഹ്ക്ക് ഭയങ്കര സന്തോഷായിരിക്കും പോലെ. അന്നേരം അള്ളാഹ് ഇങ്ങനെ പറയും പോലെ, പിന്നെ അള്ളാഹ് അന്നേരം ഇങ്ങനെ പറയും, ഇത് കണ്ടില്ലേ എത്രമാത്രം ആളുകളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നിലേക്ക് എന്ന് ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി പറയും അല്ലെ. വിദൂര ദിക്കുകളിൽ നിന്ന്, അതായത് മിൻകുല്ലി ഫജ്ജിൻ അമീഖ്, ഏതെല്ലോ സ്ഥലങ്ങളിൽ കൂടിയൊക്കെ ആൾക്കാരിങ്ങനെ ഘോഷയാത്രയായിട്ട് വരികയാണ് അല്ലെ. പണമില്ലാത്തവനും ഉള്ളവനും കോടീശ്വരനും അല്ലെ. യർജൂന റഹ്മതീ, എന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, യർജൂന വമഗ്ഫിറതീ, എക്സ്പെക്ട് ഫ്രം, എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? പാപമോചനവും മഗ്ഫിറത്തും പ്രതീക്ഷിച്ചു കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് അല്ലെ. വലൗ കാനത്ത് ദുനൂബക്കും അതത ബഹരി, അതായത് അവരുടെ പാപങ്ങൾ ഭൂമിയിലെ മണൽത്തരികളോളം, സമുദ്രത്തിലെ നുരകളോളം ഉണ്ടെങ്കിലും ലഗഫറതുഹ, ഞാനത് അവർക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും അല്ലെ. അതൊരു വാഗ്ദാനമാണ്. മാത്രമല്ല അള്ളാഹുവിന് അതിന് മലക്കുകളോട് നമ്മെ കുറിച്ച് പറയുമ്പോ ഭയങ്കര ഒരു അഭിമാനമുണ്ട്. അതിനൊരു കാരണമുണ്ട് അല്ലെ. കാരണം എന്താന്ന് വെച്ചാല്, അതായത് വൈഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മയസ്ഫികു ഫീഹാ വയുസ്ഫികു ദിമാ എന്നുള്ള ഒരു ആയത്തിലെ നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്നതുമാണ്. അൽബക്കറയിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ള, അല്ലാതെ വെച്ചാൽ മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരു ആയത്താണ് അല്ലെ. അപ്പൊ ആ ആയത്തിൽ അവർ പറയുന്നത് എന്താണ്? പഠിച്ചോനെ, എന്തിനാണ് നിനക്ക് ആരാധിക്കാനാണെങ്കിൽ നമ്മൾ തന്നെ പോരെ ഈ പിന്നെ കുത്തുകൊല നടക്കുകയും രക്തം ചിന്തിയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരെ സൃഷ്ടിക്കണോന്ന് പറഞ്ഞ മലക്കുകളോട് അള്ളാഹു വളരെ അഭിമാനപൂർവ്വം പറയുന്നില്ലേ, കണ്ടില്ലേ ഇവര് വന്നിട്ടുള്ളത്, എന്നിലേക്ക് വന്നതിലെ മുടികളൊക്കെ ജരവാദിച്ച്, പിന്നെ നല്ല വസ്ത്രം ഇടാണ്ട്, ഒരു ഒറ്റമുണ്ട് മാത്രം എടുത്ത്, പാന്റില്ല ഷർട്ടില്ല, അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു ഓഫീസിലൊക്കെ പോകുന്നതാണെങ്കിൽ അക്കോലത്തിൽ, ഒരു രാജാക്കന്മാരാണെങ്കിൽ അങ്ങനെ, പ്രസിഡന്റുമാരാണെങ്കിൽ അങ്ങനെ, അല്ല ഇനിയിപ്പോ ഒരു സിനിമാ നടന്മാരൊക്കെ പള്ളിയിൽ ഹജ്ജിനൊക്കെ വരുമ്പോൾ അവരും എന്തൊക്കെയോ ഒരു കോലത്തിൽ ഇതുപോലെ ഈ ഇതിൽ പറഞ്ഞ പോലെ തന്നെയുള്ള, അതായത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രവാചകനിലൂടെ എങ്ങനെയാണോ ഹജ്ജ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഇഹ്റാമിന്റെ തുണിയും ഉടുത്ത് തന്നെ ആയിരിക്കും അവരും വരിക അല്ലെ. ആർക്കും അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഇല്ല, എല്ലാവരും ഒരുപോലെ. അപ്പോഴാണ് അള്ളാഹുവിന് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ അള്ളാഹു പറയുന്നത്, കണ്ടില്ലേ എന്റെ ജനങ്ങൾ വന്നിരിക്കുന്നത് എന്നിലേക്ക് പാപമോചനം തേടിക്കൊണ്ട്. അവരെന്താ പ്രതീക്ഷിക്കുന്നത്? അവര്
ഒരു യർജൂന റഹ്മത്തി, എന്റെ കാരുണ്യം, മാഫിറത്തി, പാപമോചനവും തേടിക്കൊണ്ടാണ് അവര് വന്നിട്ടുള്ളത്. അല്ലാഹു അക്ബർ, ഇല്ലേ, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ ഹജ്ജിന് പോകാത്തവര് കേൾക്കുമ്പോ അതിനൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടാവും. പോയവർക്കാണെങ്കിൽ പോലും അന്ന് പോയതൊന്നും ശരിയായില്ല, അന്ന് എന്റെ അമ്മായി കൂടെ ഉള്ളത് കൊണ്ട് അമ്മായിനെ നോക്കി ഞാൻ മര്യാദയ്ക്കൊന്നും ചെയ്തിട്ടില്ല, അല്ലെ, അല്ലെങ്കിൽ എന്റെ കാലിന് അന്ന് വയ്യായിരുന്നു, എനിക്ക് ഇനി ഒന്നും കൂടെ പോണം എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് എല്ലാവരും തന്നെ ഹജ്ജിന്റെ അവസ്ഥയിൽ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉണ്ടായിരിക്കുക. കാരണം ബിക്കോസ് നമുക്ക് അത് വീണ്ടും വീണ്ടും ചെയ്യണമെന്നുള്ള ഒരു മോഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ മനസ്സിൽ തോന്നുന്നത്, അല്ലെ. നിങ്ങൾക്ക് മാത്രല്ല, നിങ്ങൾ ആർക്കെല്ലാം ഹജ്ജ് അല്ല ഈ മറ്റേ അറഫാ ദിനത്തിലെ വേറൊരു ശ്രേഷ്ഠത എന്താ വെച്ചാൽ, അന്ന് നിങ്ങൾക്കറിയാലേ, ഉച്ച മുതൽ വൈകുന്നേരം മഗ്‌രിബാവോളം ഇങ്ങനെ ഹാജിമാരവിടെ നിന്ന് ദുആ ചെയ്ത് കരഞ്ഞ് കണഞ്ഞ കണ്ണുകളോട് കൂടി ദുആ ചെയ്യുക. അപ്പൊ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്തുവോ അതെല്ലാം തന്നെ ഞാൻ ദുആ വസിയത്ത് ചെയ്തവരുടെ പ്രാർത്ഥനകൾ പോലും സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളിൽ നിന്ന്, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് ഒരുപാട് ആളുകളൊക്കെ പോയിട്ടുണ്ട്, അല്ലെ, ഹജ്ജിന്. പക്ഷെ നമ്മളൊക്കെ അവരെ ദുആവസിയത്ത് ഏൽപ്പിച്ചിരുന്നുവോ? ചിലർക്ക് ഭയങ്കര മടിയാ വസിയത്ത് ഏൽപ്പിക്കല്, അല്ലെ. അങ്ങനെ അത് പറയണോ, നമ്മൾ എന്തിനാ പറയും, നമ്മൾ ദുആ ചെയ്താ പോരെ. എന്നാലും അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ദുആകളും നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്തു അതും ഞാൻ സ്വീകരിക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവരടുത്ത് പിന്നെ വസിയത്ത് കൊടുത്തു വിടാം, അല്ലെ. അല്ലെ, അതില്ലെങ്കിൽ ഇപ്പൊ പോയോലോടൊക്കെ നമ്മളൊക്കെ തന്നെ ഈ ഞാനടക്കം ഭൗതിക വിഷയങ്ങളാണോ പറഞ്ഞിട്ടുള്ളതെന്ന് ആലോചിക്കുക, അല്ലെ. എന്നിട്ട് അവരോടൊക്കെ പറയും, നമുക്ക് പാപമോചനവും സ്വർഗപ്രവേശനവും നമ്മുടെ കുടുംബത്തോടെ സ്വർഗത്തെ പ്രവേശിക്കാനുള്ള, അല്ലെ. അവര് ചോദിച്ചാൽ അള്ളാഹു എന്തും സ്വീകരിക്കും എന്നല്ലേ പറയുന്നില്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ അവരെ ഏൽപ്പിക്കാം. വൈകിട്ടില്ല, അല്ലെ. എപ്പോഴും ഒരു മെസ്സേജ് ഇട്ടാ അവരെപ്പോഴെങ്കിലും ഒരു ഒഴിവ് കിട്ടുമ്പോ റിസപ്ഷനിൽ വന്നിരുന്ന് നോക്കുമ്പോ അന്നേരം ഫാത്തിമ അങ്ങനെ പറഞ്ഞു, അന്നേരം സെലീന അങ്ങനെ പറഞ്ഞു, എന്നാ ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യട്ടല്ലേ, അവരെ എഴുതി വെച്ച് ദുആ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും. പിന്നെ സിയാമു യൗമി അറഫ, അല്ലെ, അറഫാ ദിവസത്തിന്റെ നോമ്പ്, അതായത് അന്നത്തെ ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്ന, സനത്തല്ലതി ഖബലഹു, പിന്നെ സനത്തല്ലതി അല്ലത്തി ബാദ്, അതായത് ഒരു കൊല്ലം നമ്മുടെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങളും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പാപങ്ങളും പൊറുക്കപ്പെടുന്ന ഒരു മഹത്തായ ദുആ ആണത്, അല്ല സോറി, ഒരു മഹത്തായ അഡ്വാൻസ്ഡ് കോഴ്സ് ആണെന്ന് വേണം പറയാൻ, അല്ലെ. ഇപ്പൊ നമ്മൾ അടുത്ത വർഷം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോന്നൊന്നും അറിയൂല, ബട്ട് എന്നിരുന്നാലും ഈ കൊല്ലം തന്നെ നമ്മുടെ ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു എന്ന് എഴുതി വെക്കുക. എന്ന് വെച്ചാൽ അടുത്ത കൊല്ലത്തേക്കൊമ്പാടും പാപം ചെയ്തു വെക്കാനൊന്നല്ല കേട്ടോ. മാത്രവുമല്ല, അടുത്ത കൊല്ലവും നമ്മൾ ഈ നോമ്പ് നോൽക്കുമ്പോൾ ആ അടുത്ത കൊല്ലവും എഴുതും ആ കൊല്ലത്തെ പാപം തീർക്കാൻ. അതേസമയം ഈ കൊല്ലം അഡ്വാൻസ്ഡ് കോഴ്സിൽ നമ്മൾ ചെയ്തു വെച്ച പാപവും തീർക്കൂലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപികളല്ലാത്ത രീതിയിൽ, ഉത്തമന്മാരായ എല്ലാ പാപങ്ങളും പുറത്തു നൽകപ്പെട്ട രീതിയിൽ നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ നിന്ന് ഹജ്ജിന്റെ ഉദ്ദേശം വെച്ച് ഇവിടുന്ന് ആരെല്ലാം പോയിട്ടുണ്ട് അവർക്കെല്ലാം തന്നെ മഗ്ഫിറത്തും മർഹമത്തും നൽകി ഏറ്റവും ഉത്തമമായ, അല്ലെ, റജാക്കയോമി ബലതത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച പൈതലിനോളം പരിശുദ്ധമായ രീതിയിൽ അവർ തിരിച്ചു മടങ്ങട്ടെ. മാത്രവുമല്ല, നമ്മുടെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ദുആ വസിയത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പോസിറ്റീവ് ആൻസർ നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചും കൊണ്ട് ആരെങ്കിലും, അല്ലെ, അതായത് ഒരു നോമ്പെങ്ങാനും നോറ്റാൽ ബഅദല്ലാഹു അനിന്നാറി സബഈന ഗരീഖൻ, അതായത് ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചും കൊണ്ടാണ് ഒരു നോമ്പ് നോറ്റതെങ്കിൽ അവന് 70ഓളം, അല്ലെ, 70ഓളം ഹരിയൊക്കെ എന്ന് പറയുന്നത് എന്താണ്, എന്തോ ഒരു അന്നേരത്തെ ഒരു കണക്കാണ്, അല്ലെ. ഗാതങ്ങൾ പിന്നിടുന്ന പറഞ്ഞ ഒരു നോമ്പ് സാധാരണഗതിയിൽ പിടിച്ചാൽ എങ്കിൽ പിന്നെ ഈ അറഫാ നോമ്പിനോ അതിന് ചെറുപാപങ്ങൾ ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും, അല്ല, വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടും. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ഓഫറുകൾ അള്ളാഹു ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്, അല്ലെ.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള നോമ്പ് കാലത്തൊക്കെ നമ്മൾ പെരുന്നാരാവിന് അറഫ നോമ്പിന് എന്താ ചെയ്യുന്നത്? ചട്ടിപ്പത്തിരി, സമൂസയും കടുക്ക നിറച്ചതൊക്കെ ഉണ്ടാക്കി, മോളെ പുതിയാപ്പിള നാളെ വരും അല്ലേ, വെക്കേഷൻ അല്ലേ, കുട്ടികളൊക്കെ കൂടെ ഉണ്ടാവും. മോനും വൈഫും ലീവിൽ 10 ദിവസത്തേക്ക് വന്നിട്ടുണ്ട്, അവിടെ ഈദിന്റെ ലീവ് കൊടുത്തതുകൊണ്ട്. അപ്പൊ വാട്ടിയും പൊരിച്ചും ഉരുട്ടിയും മടക്കിയും പായസം ഉണ്ടാക്കിയും മുൻ വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ. ടൈം ഈസ് ലോസ്ഡ്, ടൈം ഈസ് പാസ്ഡ് അല്ലേ. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഗന്ധവും ഇല്ലായിരുന്നു. അന്നൊക്കെ ഇങ്ങനെ ദുആ ചെയ്യണം, അള്ളാഹുവിനോട് ഒരുപാട് കരഞ്ഞ് ദുആ ചെയ്യണം. ഇത് അർഫ ദിനമാണ്, അർഫ ദിനത്തിൽ അള്ളാഹു ആകാശത്തേക്ക് എത്തി നോക്കുകയും മലക്കുകളോട് ഭയങ്കര കിബറ് പറയുകയും ചെയ്യുന്ന ദിവസമാണ്, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു മഹത്തായ സുദിനമാണ് എന്നൊന്നും നമുക്ക് വലിയ ഗന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഈ കൊല്ലത്തെ വരാനിരിക്കുന്ന കൊല്ലത്തെ ചെറുപാപങ്ങൾ അല്ലേ പൊറുക്കപ്പെടൂ എന്നുള്ള ഒരു ചെറിയൊരു വിവരം ഉണ്ടായിരുന്നു. അതല്ലാണ്ട് അതിൽ കൂടുതലൊന്നും നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. സോ അതുകൊണ്ട് therefore മൈ ബിലോഡ് സിസ്റ്റേഴ്സ്, എനിക്ക് ഏറ്റവും പറയാനുള്ളത്, നിങ്ങൾ അറഫ ദിവസത്തിൽ ഒരു കാരണവശാലും നോമ്പ് റിജക്റ്റ് ചെയ്യരുതില്ല. എന്തെങ്കിലുമൊക്കെ പേരും പറഞ്ഞ് ഒരിക്കലും ആ നോമ്പ് നമ്മളാവട്ടെ, നമ്മുടെ കുട്ടികളാവട്ടെ, ആണുങ്ങളാവട്ടെ, അത് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കണം. അന്നത്തെ നോമ്പ് കുട്ടികളും പിടിക്കട്ടെ അല്ലേ. അല്ല ഇപ്പൊ ഈ 9 നോമ്പ് തന്നെ വളരെ ഉത്തമമാണ് അല്ലെ. അഫ്ളലു അയ്യാമിൻ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളിൽ ഒരു ദിനമാണല്ലോ അതല്ലേ. ഈ ദിവസങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള എന്താ? മിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ അല്ലേ. അപ്പൊ ഈ 10 ദിവസത്തെ അമലുകൾ എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇത്ര ഇഷ്ടപ്പെട്ടതും ഇത്ര പ്രതിഫലാർഹമായതും ഇത്ര മഹത്വപൂർണമായ ഒരു അമലും ഇല്ലെന്നാണ്. ഇത് ഒരുപാട് പ്രാവശ്യം ഈ പ്രാവശ്യം നിങ്ങൾ ക്ലാസ്സിൽ കേട്ടതായിരിക്കും, അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നില്ല. അപ്പൊ ആ സ്ഥിതിക്ക് നിങ്ങൾ മനസ്സിലായത് ഈ 10 ദിവസങ്ങൾ വളരെ നല്ല ദിവസങ്ങളാണ്, വളരെ മനോഹരമായ ദിവസങ്ങളാണ്. അതിൽ നിന്നു തന്നെയും എന്താ മനസ്സിലാക്കേണ്ടത്? അതിൻ്റെയും ഏറ്റവും നല്ല അഫ്ളലു ദുആഇ ദുആഉ യൗമുൽ അറഫ അല്ലെ. ഏറ്റവും ദുആകളിൽ വെച്ച് ഏറ്റവും നല്ല ദുആ സ്വീകരിക്കുന്ന ഒരു ദിവസമാണ് ഏത്? പിന്നെ യൗമുൽ അറഫ അല്ലെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുൽഹജ്ജ് റമദാൻ മാസത്തിലെ 10 പകലുകളേക്കാൾ ഉത്തമമായൊരു പകലുകളാണ് ഏത്? പിന്നെ ഹജ്ജും ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകല്. ആ 10 പകലിലും തന്നെ എല്ലാം ഒരുപാട് ഇബാദത്ത് എടുക്കുവാൻ വേണ്ടി അള്ളാഹു ഇബാദത്തുകളെ ലിസ്റ്റ് നിങ്ങൾക്ക് വലിയ വലിയ പണ്ഡിതന്മാർ ഒരുപാട് ക്ലാസ് ഞാൻ എടുത്ത ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരുപാട് അമലു സ്വാലിഹാത്തുകൾ ചെയ്താൽ തോനെ കൂലി കിട്ടുന്ന ദിവസമല്ലേ, തോനെ അത് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന. അതിൽ തന്നെ ദുആക്ക് ഏറ്റവും അഫ്ളൽ ദുആ യൗമു അറഫ അല്ലെ. ഏറ്റവും നല്ല ദുആ യൗമു അറഫയിലെ ദുആ ആണ്. അപ്പൊ ആ അന്നേ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ നമ്മൾ വട്ടിയും പൊരിച്ചും സമൂസ ഉണ്ടാക്കിയും പായസം വാങ്ങിയും അതിന് സാധനം വാങ്ങി വെച്ച് ഉള്ളി വാട്ടി വെച്ചൊന്നും കഴിച്ച് അതൊന്നും ചെയ്യണ്ടെന്നല്ല, ചെയ്യണം. പക്ഷെ ഈ അറഫ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ആ ഹാജിമാർക്ക് ഇതിന് മാത്രം പ്രതിഫലം കിട്ടുന്നത്, നമുക്ക് എല്ലാ വർഷവും ഹജ്ജിന് പോകാനും പറ്റൂല അല്ലെ. നമുക്ക് എല്ലാ വർഷവും ഹജ്ജിനൊക്കെ പോകാൻ പറ്റുമോ? ഇല്ല. അതിപ്പോ ജീവിതത്തിൽ ഒരിക്കലോ 2 പ്രാവശ്യമൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പൊ ധാരാളമായി പാപമോചനം നീട്ടുന്ന ഈ ഒരു മഹനീയ അസുലഭ മുഹൂർത്തത്തിൽ അസ്തഗ്ഫിറുല്ലാഹ് ധാരാളമായി ചെല്ലുക അല്ലെ. അസ്തഗ്ഫിറുല്ലാഹ്. ഈ 10 ദിവസങ്ങളിൽ ഒരു നേരം ഒരു സെക്കൻഡ് പോലും നമ്മൾ വായി വെക്കാണ്ട് ഇങ്ങനെ പിന്നെ ഇസ്തിഗ്ഫാറായാലും ദിക്റുകളായാലും ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം അല്ലെ. അതിൽ തന്നെ അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ദുആ എന്ന് പറയുന്നത് അഫ്ളലു പാപമോചന ദുആകളിലെ ഏറ്റവും നല്ല ദുആയാണ് അല്ലെ. നമുക്കറിയാം ഒരു ദുആ ഉണ്ട് അല്ലെ, അല്ലാഹുമ്മ അൻത റബ്ബി എന്നുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് പിന്നെ നമ്മൾ ഡെയിലി 2 നേരം അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് നമ്മളൊക്കെ ചൊല്ലി പോകുന്നുണ്ട്. അറിയാത്തവര് ബുക്ക് നോക്കിയിട്ടും അറിഞ്ഞവരും അല്ലാതെയൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷെ അത് കൂടാണ്ട് മറ്റൊരു മഹത്തായ പാപമോചന പ്രാർത്ഥനയാണ് ഏത്? അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാ വൽ ഹയ്യുൽ ഖയ്യൂം വതൂബ് ഇലൈഹി. അതായത് അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ, ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും മരണമില്ലാത്തവനുമായ അള്ളാഹുവിനോടാണ് ഈ ദുആ അല്ലെ. അപ്പൊ അതിങ്ങനെ വീണ്ടും വീണ്ടും വതൂബിലേ, നിന്നിലേക്കാണ് മടക്കം. ഈ ഒരു ദുആയുടെ മാത്രം പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാല് നമ്മുടെ
മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. ഈവൻ അതായത് വൻ പാപങ്ങൾ എന്ന് പറയുന്ന പാപത്തിൽ 7 സബുൽ മൂബിഖാത്ത് 7ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ പെട്ട ഒരു പാപമാണ് യുദ്ധമുഖത്ത് നിന്ന് ഓടിപ്പോകുക എന്നുള്ളത് അല്ലെ. അപ്പൊ യുദ്ധക്കളത്തിൽ നിന്ന് തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി, അത്ര തന്നെ പാപങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു വൻ പാപമാണ് എങ്കിൽ പോലും അത് പുറത്തു തരുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, ഞാൻ എഴുതിയിട്ടുള്ള ദുആ ബുക്കിൽ പലപ്പോഴും ഈ ഒരു ദുആ ഒരുപാട് അഡീഷണൽ ആയിട്ട് ഓരോ സെറ്റ്, സാധാരണ ദുആ ബുക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, കുറെ ദുആകൾ ഒന്നിച്ചുണ്ടാവും. അവർക്ക് അഡ്രസ്സ്, പേര്, അതിന്റെ തലക്കെട്ട്, ഹെഡിങ് നെയിംസോ, അതല്ല ഫസ്റ്റ് എന്ത് ചെല്ലണം ലാസ്റ്റ് എന്ത് ചെല്ലണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് ഓരോ ദുആയും 10-12 സെറ്റ് ആയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ആ ഓരോ സെറ്റ് ദുആകൾക്കും അതിൻ്റെതായ, അതായത് ആദ്യം ദുആ സ്വീകരിക്കുവാനുള്ള ഒരു ഓപ്ഷന് അൽഹംദു, സലാത്ത്, എന്നിട്ട് പിന്നെ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറങ്ങളെ ആയിരിക്കും. എല്ലാ ബുക്കിലും ഇതിങ്ങനെ ഫസ്റ്റും തേർഡും ഒക്കെ ആവർത്തിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെ. എന്താ കാരണം? അതിനൊക്കെ ഓരോ പർപ്പസ്ഫുള്ളി അത് എഴുതിയിട്ടുള്ളതാണ്. ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ചില ഈ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ എന്ന് ചെല്ലുമ്പോൾ ആകാശലോകത്തിന് വാതിലുകൾ, വാതായനങ്ങൾ തുറന്നു കിടക്കുകയും അതിന്റെ ദുആകൾ അള്ളാഹുവിലേക്ക് കയറി പോവുകയും ചെയ്യും. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള സ്വലാത്ത് ചെല്ലുമ്പോൾ, ഞാനിത് ചെല്ലുമ്പോഴും നിങ്ങൾ ചെല്ലണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോഴാണെങ്കിൽ, ചെല്ലിയിട്ടില്ലെങ്കിൽ നാം ചെയ്യുന്ന ദുആകളൊക്കെ നൂലിൽ കെട്ടി തൂക്കിയിടല്ലാണ്ട് അങ്ങോട്ട് സ്വീകരിക്കൂല. അപ്പൊ അൽഹംദുലില്ലാ ആദ്യം പറയണം. അപ്പൊ അതിൻ്റെതായ വാജിബാത്തുകളും സിഫാത്തുകളും ഒക്കെ ഉൾക്കൊണ്ടിട്ടായിരുന്നു ഓരോ ദുആകളുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ. അൽഹംദുലില്ലാ നിങ്ങളൊക്കെ അത് വിചാരിച്ച് കാണും എത്ര പേജസ് ആണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദുആ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന അത് ആ ചെറിയൊരു കണ്ടന്റ്ഫുൾ ദുആ പോലും അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ലാസ്റ്റും പിന്നെ ഫസ്റ്റും ഒക്കെ വളരെ മനോഹരമായിട്ട് ആകാശ കവാടങ്ങൾ തുറക്കപ്പെടാനും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞിട്ട് അത് മുകളിലേക്ക് കയറി പോകുവാനും അതിൻ്റെ ഇടയ്ക്ക് മുഴുവൻ പാപങ്ങൾ പൊറുക്കപ്പെടാനും ചില ദുആകൾ അള്ളാഹു സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിനുള്ള ഗ്യാരണ്ടി ഉള്ള ദുആകളുണ്ട്. അങ്ങനെയൊക്കെ അതിങ്ങനെ അടുക്കി പെറുക്കി ചിട്ടയോടെ വെച്ചിട്ടായിരുന്നു എൻ്റെ പുസ്തക ക്രമീകരണം. ചിലർക്കെങ്കിലും അതിൽ സംശയം തോന്നിയിരിക്കാം അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ദുആ, അതായത് ഒഫിറ ലഹു വൈൻഖാന മിനൽ സഹഫി, അതായത് യുദ്ധമുഖത്ത് നിന്ന് ഒരു ഓടിപ്പോയവനാണെങ്കിൽ പോലും അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് പറയുന്ന ഒരു ദുആണ്. അപ്പൊ നമുക്ക് എന്താക്കാം? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വതൂബു ഇലൈഹി എന്നുള്ള ആ ദുആ, ദിക്ർ, ചെറിയൊരു ദിക്ർ പോലാണ് അത്. ആ ഒരു പാപമോചന ദുആ നമുക്കൊരു ആവർത്തിച്ച് ദുആ ചെയ്യാം. കാരണം അള്ളാഹു ആകാശലോകത്ത് നിന്ന് നമ്മളെ എത്തി നോക്കുന്ന ഒരു ദിവസമാണ് അല്ലെ. അത് ഹാജിമാർക്ക് മാത്രമല്ല, നമുക്കും പാപമോചനത്തിന് അതൊരു വലിയ കാരണമാവും അല്ലെ. പിന്നെ അനാവശ്യമായിട്ട് ഒരു കമാന്നൊരു അക്ഷരം ഉരുവിടാതെ അന്നത്തെ ദിവസം നമുക്ക് ദിക്റിലും അന്നൊന്ന് പ്രത്യേകിച്ച് ദുആകളായിരിക്കട്ടെ അല്ലെ, ഫുൾ ടൈം അല്ലെ ദിക്ർ. സാധാരണ നമ്മൾ ദിക്റായിരുന്നു എടുത്തിരുന്നത് 8 ദിവസം വരെ. പക്ഷെ 9ാമത്തെ ദിവസം അറഫയിൽ ധാരാളമായിട്ട് പാപമോചന പ്രാർത്ഥനകൾ നടത്തുക, പിന്നെ തൗബ ചെയ്ത് മടങ്ങുക അല്ലെ. തൗബ എന്ന് പറയുന്നത്, തൗബ വെറും വാക്കുകൊണ്ട് മാത്രമല്ല, നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വളരെ ഖേദത്തോടു കൂടി, വിഷമത്തോടു കൂടി, പ്രയാസത്തോടു കൂടി ഏറ്റവും കൂടുതൽ ദുആ സ്വീകരിക്കുന്ന സമയങ്ങളാണ്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്ന സമയങ്ങളിലെ ദുആ സ്വീകാര്യമാണ്. പിന്നെ ഒട്ടനവധി സമയങ്ങളിലെ ദുആകൾ സ്വീകാര്യമാണല്ലേ. അതും ഈ ബുക്കിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സമയങ്ങളിലെ ദുആകളാണ് അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ മക്കത്തല്ലെങ്കിൽ പോലും നമുക്ക് നാട്ടിലാണെങ്കിൽ തന്നെയും ദുആ സ്വീകരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് സമയങ്ങളുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ദുആ ചെയ്യാം അല്ലെ. ഫർള് നമസ്കാര ശേഷം ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ, അതായത് ബൈന ഇഖാമത്തി വൽ അദാനി, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ദുആ ലാ തർദുഹ, അതായത് തട്ടപ്പെടുകയില്ല എന്നാ പറഞ്ഞ. ആ ദുആ അള്ളാഹു എന്തായാലും സ്വീകരിക്കും. അപ്പൊ നമുക്ക് പകലാണ് ഏറ്റവും ഉത്തമമെങ്കിൽ നമുക്ക് 2 നമസ്കാരത്തിന് ബാങ്ക് കൊടുത്ത ഇഖാമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ധാരാളമായിട്ട് ദുആ ചെയ്യാം അല്ലെ. പിന്നെ നോമ്പുകാരന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. ലൈലത്തുൽ ഖദറിന്റെ രാവുകളിലുള്ള ദുആ, ഫർള് നമസ്കാര ശേഷമുള്ള ദുആ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുൻപ് ചെയ്യുന്ന ദുആകള്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയോ മക്കൾക്ക്
എതിരായോ നടത്തുന്ന പ്രാർത്ഥനകൾ അല്ലെ. ചില മക്കൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. തീരെ പിതാവിന്റെ പ്രാർത്ഥന ഒരിക്കലും ഇതാവരുത്. മാതാവ് അങ്ങനെ എത്ര വിഷമിച്ചാലും മാതാവ് മക്കൾക്കെതിരെ പ്രാർത്ഥിക്കൂല. പിതാവ് പ്രാർത്ഥിച്ചാൽ അത് ശരിക്കും കൊള്ളുക തന്നെ ചെയ്യും. അപ്പൊ പിതാവിനോടും മാതാവിനോടൊക്കെ കളിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കളിക്കാൻ അല്ലെ. ഏതെങ്കിലും ഒരു പിന്നെ എന്താ പറയാ ബലഹീന മുഹൂർത്തത്തിൽ അവർ നമുക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിട്ട് മാറും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ യുദ്ധത്തിനിടക്ക് നടത്തുന്ന പ്രാർത്ഥനകൾ. പിന്നെ നമുക്കിപ്പോ എന്താണ് അഫ്ളലായിട്ട് മഴ പെയ്യുന്ന സമയവും അല്ലെ. ഈ വർഷത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് 2 ഫ്രൈഡേയ്സ് വെള്ളിയാഴ്ച ദിവസത്തിലെ ഒരു പ്രത്യേക സമയത്തെ പ്രാർത്ഥന, വെള്ളിയാഴ്ച ദിവസം അസറിന്റെ മുൻപ് ശേഷം മഗ്‌രിബിന് മുൻപുള്ള പ്രാർത്ഥനയും കൂടുതൽ സ്വീകാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് 2025 പിന്നെ ദുൽഹിജ്ജയിൽ 2 ഫ്രൈഡേയ്സ് കിട്ടിയിട്ടുണ്ട്. ഇന്നും ഒരു ഫ്രൈഡേ ആണ്, അടുത്ത അറഫ ദിനവും ഒരു ഫ്രൈഡേയിലാണ് അല്ലെ. അപ്പൊ ആ ദിവസങ്ങളിലെല്ലാം മറ്റുള്ള ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ഷോപ്പിങ്ങും പെരുന്നാളിന് സാധനം വാങ്ങലും എടുക്കലും വിരുന്ന് പോലും എല്ലാം കഴിച്ച് നമ്മൾ ഇതിലേക്ക് ഇൻവോൾവ്ഡ് ആയിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ദിവസങ്ങൾ നമ്മൾ അതിനായിട്ട് ഇരിക്കുക തന്നെ വേണം. പിന്നെ നീതിമാനായ നേതാവിന്റെ പ്രാർത്ഥന. അതിപ്പോ നേതാവ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളും നമ്മളെ വീട്ടിന്റെ നേതാവാണ്, ഒരു രാജ്യത്തിന്റെ നേതാക്കന്മാരാണ്, ഭരണകർത്താക്കൾ, സ്കൂളിന്റെ ടീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അങ്ങനെ ഓരോരുത്തരുടെ പദവികളിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്കിടയിൽ നീതി പാലിച്ചില്ലെങ്കിൽ നമുക്കൊരു നേതാവ് എന്ന് പറയാൻ പറ്റൂല അല്ലെ. ചില മക്കളോട് അധിക സ്നേഹം, ചില മക്കൾക്ക് കാണാണ്ട് കൊടുക്കൽ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മളൊരു നീതിമാനായ നേതാവ് ആവൂല. അപ്പൊ നമ്മളെ വീട്ടിലെ നേതാവ് നമ്മളാണെങ്കിൽ മക്കൾക്കിടയിൽ സമത്വം പാലിക്കേണ്ട ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ചില മാതാക്കൾക്ക് ഒക്കെ ചില മക്കളോട് കൂടുതൽ സ്നേഹം എന്നിട്ട് അവർക്ക് കൊടുക്കുക. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ആർക്കാണോ കൂടുതൽ ചെയ്തു കൊടുക്കുന്നത്. പണ്ടൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാന് എൻ്റെ ഒരു മോന് ഇഷ്ടമായിട്ട് ഓനൊരു ഒട്ടകത്തിനെ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ചോദിച്ചു, നിനക്ക് ഇത്ര മക്കളുണ്ട്? എനിക്ക് ഇത്രയും മക്കളുണ്ട്. എന്നാ പോയിട്ട് ആ ഒട്ടകത്തിന് അവനോട് തിരിച്ചു വാങ്ങിയിട്ട് എല്ലാ മക്കൾക്കും കൊടുക്കെങ്കിൽ വാങ്ങണ്ട, അതല്ലെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കൊണ്ടേന്നാ പറഞ്ഞ. അപ്പൊ അത്ര പോലും അങ്ങനെ അനീതി ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതൊരു പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ മക്കൾക്കിടയിൽ നീതി പാലിക്കുന്ന ഒരു പിതാക്കളായിരിക്കണം. പിന്നെ അറഫയിൽ വെച്ചുള്ള പ്രാർത്ഥന, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ അഭാവത്തിൽ, അപ്പൊ നമ്മുടെ ഏതെങ്കിലും സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖമുള്ളവർക്കോ അല്ലെ നമ്മുടെ ഡിയർ ഫ്രണ്ട്സിന് ആരെങ്കിലും വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അവരത് കേൾക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ പറയും, പിന്നെ ഹൈറുലക്ക, നിനക്ക് ആദ്യം അത് ഉണ്ടാവട്ടെ, നിനക്ക് തന്നിട്ട് അവർക്ക് കൊടുക്കാവൂ എന്നല്ലേ. അപ്പൊ നമുക്കും അത്തരത്തിലുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കരകയറുവാൻ അന്യന്മാർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. പിന്നെ മർദ്ദിതന്റെ പ്രാർത്ഥന. മർദ്ദിതൻ ഏത് മതക്കാരനായാലും ശരി, ഇപ്പൊ നമ്മളൊരു മുസ്ലിംസിനെ അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർ അവരൊക്കെ വല്ലാത്ത രീതിയിൽ ഹറാസ്മെന്റ് ചെയ്യുകയും പൈസ കൊടുക്കാണ്ടിരിക്കുക, എന്തെങ്കിലും ആളടയിലിട്ട് ചീത്തറിയ പണിയെടുത്തതിൽ കുറ്റം പറഞ്ഞിട്ട് ആളടയിൽ ഇൻസൾട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരേതെങ്കിലും ഒരു ബലഹീന മുഹൂർത്തത്തിൽ ആ മുതലാളിക്കെതിരായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അത് അവിടെ അല്ലാഹ് അപ്പം സ്വീകരിക്കുക. അത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും നോക്കൂല. പിന്നെ യാത്രക്കാരന്റെ പ്രാർത്ഥന, പിന്നെ സുജൂദിലെ പ്രാർത്ഥന, പിന്നെ അത്തയ്യാത്തിന് ശേഷം മീൻസ് സലാം വീട്ടുന്ന മുമ്പ് അല്ലെ. അത് നല്ലൊരു സമയമാണ്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥന കാണിച്ചാൽ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി സുബ്ഹാനല്ലാഹ് മുഴുവനാക്കാൻ കഴിയാണ്ട് നമ്മൾ എണീറ്റ് ഓടുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തയ്യാത്തിന് സലാം വീട്ടുന്നതിന് മുമ്പ് കുറച്ച് അല്ലാഹുമ്മ ഉദ്ഖുലി ജന്നാത്തുൽ ഫിർദൗസ് ബിഗൈരി ഹിസാബ്, അങ്ങനത്തെ കണ്ട നല്ല നല്ല അല്ലെ, പിന്നെ അങ്ങനെ നല്ല നല്ല ദുആകളുണ്ട്. അതൊക്കെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്തിട്ട് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ തൗബ നമസ്കാരവും നിസ്കരിക്കുക. അതിനു വേണ്ടിയിട്ട് കുറച്ച് ദുആകളൊക്കെ ഉണ്ട്. അതിന് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പൊ ചോദിക്കും, ഈ പിന്നെ അറഫാ ദിനത്തിൽ തൗബ നിസ്കരിക്കണോ, അങ്ങനെ ഉണ്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തൗബ നിസ്കരിക്കാന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം അല്ലേ. തൗബ ചെയ്ത് മടങ്ങിയ ഒരുത്തനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, അവൻ ഒരു പാപവും ചെയ്യാത്തവനെ പോലെയാണ് അല്ലെ. അപ്പൊ നമുക്ക് അൽഹംദുലില്ലാഹ് എല്ലാ പാപങ്ങളും പുറന്ന് ഒരു ഹാജി, അതായത്
ഉമ്മ പ്രസവിച്ച കുഞ്ഞിനോളം പരിശുദ്ധമായ രീതിയിൽ മടങ്ങുന്ന ഒരു ഹാജിയുടെ അതേ എന്താവണം, അതേ അവസ്ഥ തന്നെ ആയിരിക്കണം നമുക്കും അല്ലെ. അതുപോലെ അല്ലെ, നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കണമെങ്കിൽ നമ്മളവിടെ കുറെ അസ്തഗ്ഫിറുല്ലാ ചെല്ലുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും തൗബ ചെയ്ത് മടങ്ങിയവനാണെങ്കിൽ അവൻ ഒരു പാപവും ചെയ്യാത്ത പോലെ ഇപ്പോൾ അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ കണ്ട് തൗബ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് തൗബ പിന്നെ ദുആ കുറെ ദുആകൾ ഉണ്ട്. ആ ദുആകളൊക്കെ ചൊല്ലി കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോട് കൂടി സുജൂദിൽ, അതായത് സുന്നത്തിന്റെ സുജൂദിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ഉണർത്തിച്ച് ദുആ ചെയ്യാം അല്ലെ. അങ്ങനെ അപ്പൊ ഈ ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങളെ കയ്യിൽ ഏതെല്ലാം, ഒരു മിനിറ്റ്, അപ്പൊ നിങ്ങളെ കയ്യിൽ ഏതെല്ലാം ദുആ പുസ്തകങ്ങളുണ്ടോ ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്തു വെച്ച് ദുആ ചെയ്യാം അല്ലെ. ഏതെല്ലാം ദുആ പുസ്തകങ്ങളുണ്ട് അതൊക്കെ എടുത്തു വെച്ചിട്ട് ദുആ ചെയ്യാം. കാരണം ഏതെല്ലാം ബുക്കിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഫ്ളലാക്കിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിൽ ഞാൻ എഴുതിയ ഈ അഫ്ളൽ ദുആ എന്നുള്ള ബുക്കിൽ കംപ്ലീറ്റ് ദുആകൾ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് അല്ലെ. അതായത് ശുഹദാക്കളായിട്ട് മരിക്കുവാന്, തഖ്വ ലഭിക്കുവാന്, ഉപകാരപ്രദമായ അറിവ് ലഭിക്കുവാന്, പിന്നെ നമ്മുടെ നാട്ടിൽ അല്ലെ നമ്മുടെ പല പ്രശ്നങ്ങളും ഗവൺമെന്റ് മുഖാന്തരം ഉണ്ടാകുന്നുണ്ട് അല്ലെ, അതൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടുവാന്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ആ ദുആ ബുക്കിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കയ്യിലുള്ളവരാണെങ്കിൽ വാങ്ങാൻ ഞാൻ പറയുന്നില്ല, ഉള്ളവരാണെങ്കിൽ ആ ഫുൾ A to Z ദുആ അന്ന് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങളെ കയ്യിൽ വേറെ ഏതെങ്കിലും ദുആ ഉണ്ട്, അപ്പൊ നിങ്ങൾ ആയിരിക്കും ഇത് എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ചെന്തെങ്കിലുമൊക്കെ ദുആ ചെയ്യൂലേ. ഇപ്പൊ ഞാനൊക്കെ ഇതുവരെ അങ്ങനെ ആയിരുന്നു, ഞാനും അത്ര ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അന്നത്തെ ദിവസം അള്ളാഹു ദുആ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു മഹനീയ നിമിഷത്തിൽ നമുക്ക് ഒരുപാട് ദുആ ചെയ്യാം. പിന്നെ ഈ തഹജ്ജുദിലുള്ള പിന്നെ ദുആ ബുക്ക് ഉണ്ടല്ലോ, അതും ഒരുപാട് ആളുകളെ കയ്യിലുണ്ട്. ഒരു കുഞ്ഞു ബുക്കാണ്. ഇതിൽ 100 ചില്ലാണം ദുആ, 100 അല്ല 120ന്റെ അടുത്ത് ദുആകൾ ഉണ്ട്. ഇതിലെല്ലാ കാര്യവും അല്ലെ, അള്ളാഹുവേ എനിക്ക് പ്രായമാകുമ്പോഴും പിന്നെ ആയുസ് അവസാനിക്കുമ്പോഴും വിശാല വിഭവങ്ങൾ നൽകണേന്ന്. അതായത് ഇപ്പൊ കിഡ്നി ഡയാലിസിസ് പേഷ്യൻസിന്റെ ഒക്കെ ഒരവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. വെള്ളം കുടിക്കാൻ പറ്റൂല, ഭക്ഷണം പറ്റൂല, മുരിങ്ങന്റെ ഇല പറ്റൂല, കക്കിരി ഇറച്ചിയും കോഴിയും തക്കാളി മീനൊക്കെ അത് വേറെ. എന്തിനധികം പറയുന്ന എല്ലാ രോഗികളും കഴിക്കുന്ന മുരിങ്ങയില പോലും ഇവർക്ക് ഹറാമാണ് അല്ലെ. അപ്പൊ വിശാല വിഭവങ്ങൾ നൽകണേ എന്നുള്ള ഈ ഒരു ദുആകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അൽഹംദുലില്ലാ. അങ്ങനെ തന്നെ നമ്മൾ മരിക്കുന്ന കാലത്ത് നമുക്ക് എല്ലാം അല്ലെ, എന്തും അത് കുറച്ച് ഒരുപാട് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരുപാട്. ഇത് ഞാനൊരു കഥ പറയാണ്. ഒരിക്കലും ഒരു പിന്നെ നാട്ടിലെ ഒരു പ്രാസംഗിക അവരൊരു വീട്ടിൽ വരിക. അപ്പൊ വരുമ്പോ അവര് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മളെ ഉപ്പനോടില്ലേ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഉപ്പ നമ്മളെ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല. ഉപ്പക്ക് ഭയങ്കര ദേഷ്യാണ്. ഇപ്പൊ ഇങ്ങനെ ഒച്ചയും വിളിയൊക്കെ ഇടൂന്ന്. അങ്ങനെ ഇയാളുടെ അടുത്ത് പോയി ഇവരിങ്ങനെ സംസാരിക്കാം. പിന്നെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അയാളോട് ചോദിച്ചാൽ എന്തെല്ലാം ഉപ്പ തിന്നല് ചോദിച്ചു നോക്കുമ്പോ അയാൾ കിഡ്നി പേഷ്യന്റാ. അപ്പൊ അയാൾ പറഞ്ഞു, ഇവരെന്താ അറിയാ ചെയ്യാ, ഇവര് ബിരിയാണി, നെയ്ച്ചോറും ഐസ്ക്രീമും പുഡിങ്ങും എല്ലാം ഉണ്ടാക്കി തിന്നു, ഒന്നും എനിക്ക് തരൂല. ഈ പയറുണ്ടല്ലോ, ഇവരെനിക്കൊരു ഗ്ലാസ് വെള്ളം വരെ ഗ്ലാസ് നിറച്ചും തരൂല എന്ന് പറഞ്ഞ അയാൾക്ക് സങ്കടം. സംഭവം ശരിയാണ്, ഞാൻ ഉണ്ടാക്കിയിട്ടതാണ്. ഈ മുറ്റത്ത് കിടക്കുന്ന കാർ അത്ര ഇത്രയും വലിയ വീടും സ്ഥലവും പുരയും ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ, എന്നിട്ട് ഇവരെനിക്ക് ഒരു സാധനവും തരുന്നില്ല എന്ന് പറഞ്ഞ അയാള് ഭയങ്കര ഷൗട്ട് അടിക്കുക. അപ്പോൾ ഈ പ്രസംഗിക്കാൻ ചെന്ന അവർക്ക് പോലും അതിനൊരു മറുപടി ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് പ്രായം അവസാനിക്കുമ്പോഴും വയസ്സാകുമ്പോഴും വിഭവസമൃദ്ധമായ ഭക്ഷണത്തിനെ കുറിച്ച് പോലും എൻ്റെ ഈ ദുആ ബുക്കിലെല്ലാ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ അയാള് പരാമർശിക്കുന്ന ഒരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ ഈ ബുക്കിലെ കംപ്ലീറ്റ് 100 ചില്ലാണം ദുആകൾ നിങ്ങൾ അന്നത്തെ ദിവസം പിന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കണം അല്ലെ. അതായത് നമ്മുടെ ഗവൺമെന്റ്
വേണ്ടി ഖജാനകൾ, കട്ടുമുടിക്കാത്ത ബാഗ്, അറവ് മുതലായവ നമ്മളെ ഡ്രസ്സിങ് ഇസ്ലാമിക ചര്യങ്ങൾ അനുസരിക്കുന്ന ഒരു ഗവൺമെന്റ് ആവണേ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കണം. അങ്ങനെ 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 നൂറുകൂട്ടം കാര്യങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദുആ ബുക്കും കൂടെ നിങ്ങൾ അന്ന് ഫുള്ളായിട്ട്, നമ്മൾ എല്ലാ ദിവസവും ഫുള്ള് ഓതാറില്ല, ആ രീതിയിലല്ലേ ഈ ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളതും. കുറച്ച് കുറച്ച്, അതായത് 10-11 സെഷനായിട്ട് കുറച്ച് കുറച്ച് ദുആ ചെയ്യുന്ന രീതിയിൽ. അപ്പൊ അന്നത്തെ അറഫാന്റെ ദിവസം നിങ്ങൾ ഒന്നുകൊണ്ടും മടിക്കേണ്ട, ഫുൾ ബുക്കുകൾ നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഇൽമറ്റു അമലാക്കുന്ന ബുക്ക്, അതും പിന്നെ ഒരുപാട് നൂറ് സദരിന്റെ സ്റ്റുഡൻസ് ഒക്കെ വാങ്ങിയിട്ടുള്ളതാണ്. ആ ബുക്കുകളിൽ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളെ ലൈഫിൽ ചേഞ്ച് വരുത്തേണ്ട കാര്യങ്ങൾ അല്ലേ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെയും ചേഞ്ച് വരുത്തണം എന്ന് വിചാരിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, ദുആ ചെയ്തിട്ടും ഉണ്ടാവും. പക്ഷെ അതൊന്ന് വളരെ കൃത്യമായിട്ട് അല്ലേ, അതൊന്ന് നമുക്ക് പിന്നെ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്, അതൊന്ന് നമുക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾക്ക് അന്ന് ദുആ ചെയ്യാം. ഞാനിത് പ്രത്യേകം പറഞ്ഞു തരാം, കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരൂല. കാരണം നമ്മൾ ദുആ ചെയ്യുമ്പോൾ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ, അത് ചെല്ലും. റബ്ബനാ ആതിനാ ചെല്ലൂലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുദാ വതുഖാഫ്, അങ്ങനെ പറയുന്ന കുറച്ച് ദുആകൾ അല്ലാണ്ട് അതിൽ കവിഞ്ഞ് നമ്മൾ മേലോട്ട് പോകാറില്ല. അപ്പൊ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണൽ ദുആ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദുആകൾ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ നിങ്ങളും എഴുതി വെക്കണം. എനിക്കൊരു 200-250 അതിലധികേറെ ദുആകളുണ്ട്. അപ്പൊ ഞാൻ പണ്ട് എഴുതി വെച്ചായിരുന്നു. എൻ്റെ ബുക്സൊക്കെ ഫർസാന ടീച്ചറാണ് അധികവും പിന്നെ കൊണ്ട് സെയിലാക്കൽ. ഫർസാന കൊണ്ടുപോയി ആർക്കെങ്കിലൊക്കെ സെയിലാക്കി കൊണ്ടുവരും. പിന്നെ ബുക്ക് സ്റ്റാളിലും കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ബുക്ക് സെല്ലേഴ്സിനെ വേണമേ റബ്ബേ. അപ്പൊ അതൊന്ന് അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, ഇപ്പൊ ചിലരൊക്കെ ഒരുപാട്, ഇപ്പൊ അടുത്ത ദിവസം നന്മണ്ട കഴിഞ്ഞ നോമ്പിന് നന്മണ്ട ഞാൻ അവർക്ക് ബുക്ക് കാണിച്ചപ്പോൾ അവര് നല്ലോ നമ്മളെ നാട്ടിൽ ആരും പൈസ കൊടുത്ത് വാങ്ങൂല കേട്ടോ, നിങ്ങൾ ഇത്രയും ബുക്കൊക്കെ തന്നു. ഞാൻ പറഞ്ഞു കുറച്ച് കൊണ്ടേ നോക്കി വാങ്ങുമോ നോക്കാം അങ്ങനെ പറഞ്ഞു. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പൊ എന്നോട് കുറെ പേര് വാങ്ങി, എന്നിട്ട് പറ്റൂല എന്ന് പറഞ്ഞ അവര് സലീമത്ത ഏകദേശം 10,000 എബോവ് 10,000 എബോവ് ബുക്സ് ഒക്കെ സെയിലാക്കി തന്നു. അപ്പൊ ഞാൻ എന്നോ ദുആ ചെയ്തിട്ട ആ ഒരു ദുആയുടെ ഒരു ഫലമാണ് അല്ലേ. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുമ്പോൾ എപ്പോഴും പറയും, എൻ്റെ മക്കള് കംപ്ലീറ്റ് ഇനി വരാനുള്ള തലമുറയിലെ മക്കൾ പോലും ദായികളായി തീരണേ റബ്ബേ, സന്മാർഗികളായി തീരണമേ റബ്ബേ, എൻ്റെ തലമുറകളിൽ ഇനി ഒരാളും ഇനി നരകത്ത് പോവല്ല റബ്ബേ. അങ്ങനെ ഒരുപാട് ദീർഘവീക്ഷണമുള്ള ദുആകളാണ് നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ചും. നമ്മുടെ പണ്ട് ഞാൻ ഇപ്പൊ ഈ അടുത്ത ദിവസം ദുആ ബുക്ക് എടുത്ത വെച്ചു, നമ്മുടെ റോഡ് ആക്സസ് നല്ല ഗതാഗതം, കാരണം തമിഴ്നാട്ടിലും മദ്രാസിലൊക്കെ പോകുമ്പോൾ എന്തൊരു നല്ല റോഡാണ് അവിടെ, ഓടിച്ചാ പൂതിരാത്ത റോഡാണ്. ഞങ്ങൾ അധികം ബൈ കാറിന് തന്നെയാണ് ആവശ്യനെ കാണാനൊക്കെ പോകാറ്. അപ്പൊ ഞാൻ അങ്ങനെ തോന്നുന്നു, പക്ഷേ കേരളത്തിൽ നല്ല റോഡ് വരണേ, നല്ല റോഡ് ആക്സസ് വരണേ, നല്ല ഫ്ലൈറ്റ് സൗകര്യം വരണേ, നല്ല പിന്നെ കടൽ മാർഗം ഏറ്റവും എളുപ്പത്തിൽ ട്രാഫിക് ഇല്ലാത്ത യാത്രയില്ല, അങ്ങനെയൊക്കെ ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, ഇപ്പൊ നമുക്ക് 6 വരി പാത അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹം കൊണ്ട് അത് ലഭിച്ചു അല്ലെ. ഇനി എന്തൊക്കെയാണ് ഈ അടുത്ത ദിവസം പിന്നെ പിണറായി വിജയൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, നമുക്ക് കടലിൽ കൂടെ സീ ത്രൂ വാഹനങ്ങൾ പിന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്തിട്ട്. അപ്പൊ ഇന്നലെ കുട്ടികളായിട്ട് സംസാരിച്ചിട്ടപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് പഠിച്ചതിനോട് കല്യാണം കഴിയുന്ന മുമ്പേ ദുആ ചെയ്യുമായിരുന്നു, എനിക്ക് വീടാണ് പോലെ അത് ഇറക്കടില്ല, കല്യാണം കഴിയുന്ന മുമ്പേ വീടിന് തോരുന്ന പറഞ്ഞ ആ വീട്, നമ്മളെ സ്വസ്ഥമായ വീട്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, എന്നിട്ട് പഠിച്ചോ 15 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് തന്നു, അത് തിരക്കടില്ല, ഞങ്ങൾ ഇത് പണ്ടേ ദുആ. അപ്പൊ ഞാൻ ഓരോ കാര്യവും ഇല്ലേ നമ്മളിങ്ങനെ ദുആ ചെയ്തിട്ട് കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് എപ്പോഴാണ് അത് തരികയെന്നറിയില്ല. അതുകൊണ്ട് ലോങ് വിഷസ് എന്നോ, അതായത് ദൃഷ്ടിയോട് കൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദുആ ചെയ്തിടാം. ഈ 5-6 ദിവസത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ അതൊക്കെ എഴുതി വെക്കും. മക്കളൊക്കെ പല കോളേജിലും പോകുന്നുണ്ട്, പല ഡിഗ്രീസും എടുക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ആ ഡിഗ്രി ഒക്കെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലായി തീരണമേ റബ്ബേ. എൻ്റെ മക്കൾ ചെയ്യുന്ന ഓരോ അമലുകളും എൻ്റെ കിതാബിൽ വരവ് വെക്കപ്പെടണം. അതായത് നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതിന്റെ ഫലം
ഇബ്രാഹിം നബിന്റെ ദുആ ചെയ്യാത്ത ഏതെങ്കിലും ഒരു നമസ്കാരം ഉണ്ടോ നമുക്ക് ല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മളെ മക്കൾ ചെയ്യുന്ന അമലും കൂടെ നമ്മളിലേക്ക് വരാൻ. അപ്പൊ നമ്മളെ കുട്ടികൾ കുറെ കഴിയുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഉമ്മൂമ്മ ഉണ്ടേനു, മുന്തസ്നായിരുന്നു പേര്, ക്ലാസ് എടുക്കുമായിരുന്നു എന്നൊക്കെ അവരാരോടെങ്കിലൊക്കെ പറയും. അവര് ചെയ്യുന്ന അമലുകൾക്ക് കൂടെ പ്രതിഫലം എനിക്ക് ലഭിക്കുന്ന, നമ്മൾ ചെയ്ത അമല് കൊണ്ടൊന്നും നമ്മൾ ഒരിക്കലും സ്വർഗത്ത് പോവൂല. അതൊന്നും തന്നെ അത്രക്ക് ക്വാളിഫൈഡ് അല്ല അല്ലേ? നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് തന്നെ വിശ്വാസമില്ല എന്റെ നിസ്കാരത്തിലും ഇതിലൊക്കെ, പ്രത്യേകിച്ച് നിസ്കാരം നിസ്കരിക്കാൻ കഴിയട്ടെ എന്തൊക്കെ വിചാരിച്ചു പോവാ. അപ്പൊ അങ്ങനെ ഓരോ അമലുകൾക്കും അതിൻ്റെതായ ഫോൾട്ടുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇൽമും നമ്മുടെ മക്കളിലൂടെ പകർന്നു കിട്ടുന്ന ഇൽമും, അതുപോലെ നമുക്കിനി ഭാവിയിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നൊക്കെ നമ്മളിങ്ങനെ ദുആ ചെയ്തിട്ടാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ ബുക്ക് സെയിലിന് ഒരുപാട് പ്രൊമോട്ടേഴ്സിനെ കിട്ടിയത്, ഞാൻ അന്ന് ദുആ ചെയ്യുമ്പോൾ ഞാൻ വെച്ചിന് ആരെ കിട്ടാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടാ പറയുമ്പോ ദുആ ചെയ്തിട്ട് പോലും ഒരുപാട് ആളുകൾ. നമ്മൾ ഈ നോമ്പിനടുത്ത് ഒരു തൃശ്ശൂരായിട്ടുള്ള ഒരു ഡോക്ടർ ഉമ്മ, ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, അവർ 50 തഹജ്ജുദിലെ പ്രാർത്ഥനകളൊക്കെ ഒന്നിച്ച് വാങ്ങിയിട്ട് ആർക്കെല്ലോ ഓരോ കുടുംബക്കാർക്കൊക്കെ ഫ്രീ കൊടുക്കാനാന്നും പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ ഒരുപാട് നമ്മൾ കാര്യങ്ങൾ ദുആ ചെയ്തിടുക അല്ലെ, അതും എഴുതി വെക്കുക. ഇതെന്ന് വെച്ചാൽ എഴുതി വെച്ചിട്ട് തന്നെ വേണം. നമുക്ക് പല ദുആകൾ ഇപ്പം പറഞ്ഞ പിന്നെ ഓർമ്മ ഉണ്ടല്ലോ, അതുപോലെ ഞാൻ ദുആ ചെയ്യും പഠിച്ചോനെ, കുറെ സലഫികൾ എന്റെ മയ്യത്ത്, സലഫികൾ എത്ര 40 സലഫികൾ നിസ്കരിച്ച, അതായത് ശിർക്ക് ചെയ്യാത്തവർ നമസ്കരിച്ചാൽ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. വേറൊരു ഹദീസുണ്ട് 100 ആളുകൾ നിസ്കരിച്ച. അപ്പൊ സലഫികളല്ലാത്തവരും അങ്ങനെയുള്ള ആളുകളും, ഏതായാലും 100-ലധികം ആളുകൾ, ഒരുപാട് ആളുകളുടെ മയ്യത്ത് നിസ്കാരം ലഭിക്കണമേ റബ്ബേ. എൻ്റെ ഒരു അടുത്ത വീട്ടിലുള്ള ഒരാള് ബാത്റൂമിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. അപ്പൊ എനിക്ക് അന്ന് മുതൽ ഞാൻ ദുആ ചെയ്തു പഠിച്ചോനെ, അത് മ്ലേച്ഛമായ സ്ഥലങ്ങളിൽ വെച്ച്, മ്ലേച്ഛമായ അവസ്ഥകളിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കല്ലേ റബ്ബേ, കട്ടിലിൽ കിടന്ന് ഷഹദായി മരിപ്പിക്കണം റബ്ബേ. അങ്ങനെ ഒരുപാട് ദുആകൾ, ഒരു ബുക്ക് അതിന് വേണ്ടി, അത് ബുക്കെല്ലാം കൂടെ പഴയതാകുന്നുണ്ട്. വെച്ചാൽ ഹാൻഡ് റൈറ്റിങ്ങിൽ ബുക്കിൽ എഴുതി വെച്ച ദുആകളും പറയും. പിന്നെ ഫോണിലും ഇതുപോലെ കുറേ കാര്യങ്ങൾ, ഇപ്പൊ ബുക്ക് എഴുതുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് അറിവുകൾ കിട്ടാനും ആ അറിവുകൾ ഓതന്റിസിറ്റി ഉള്ളത് പ്രൂവ് ചെയ്തതാവാനും അതിൽ നിന്ന് ഒരുപാട് തെറ്റുകളൊക്കെ വരാതിരിക്കാനും, ഓരോ ബുക്കിലും ഓരോ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി സെയിലാക്കാൻ ഭയങ്കര ടാസ്കാണ്. വെച്ചാൽ 2000 കോപ്പികളൊക്കെ ഇറങ്ങുമ്പോൾ അതൊക്കെ തിരുത്തണ്ടേ. അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്തിടും. അതുപോലെ നിങ്ങളും അന്നേ ദിവസം അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക. നോമ്പായിരിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡും കറിയൊക്കെ മതി, അന്ന് വലിയ ആഘോഷ ഫുഡൊന്നും വേണ്ട. പിറ്റേ ദിവസം മുതൽ ഏതാണ് പിന്നെ 10, 11, 12, 13 ദിവസങ്ങൾ വരെ തിന്നുവാനും കുടിക്കുവാനും ഉള്ളതാണ്. അന്നേ ദിവസങ്ങൾ നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. അന്നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേരം അമലിന് വേണ്ടി നമ്മളെ വല്ലാണ്ട് നിർബന്ധിക്കുന്നില്ല അല്ലെ. അപ്പോൾ സ്ട്രിക്ട്ലി ഫോളോ മൈ സജഷൻസ്. എൻ്റെ ഒക്കെ ഓരോ അഭിപ്രായങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപ്പൊ ചോദിക്കും, തൗബ നിസ്കാരം എന്തിനാ ചെയ്യുന്ന, ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും. തൗബ വേണമെങ്കിൽ ചെയ്യാം അല്ലെ. തൗബ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പാപവും ചെയ്യാത്തവനെ പോലെയാണ്. അപ്പൊ നമ്മളെ ദറജകൾ കൂട്ടാൻ, അതുപോലെ എപ്പോഴും ദുആ ചെയ്യണം ഏറ്റവും ഉന്നതമായ ദർജയിൽ എത്താൻ വേണ്ടിയിട്ടില്ലേ. കാരണം നമ്മള് പിന്നെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പൊ നമ്മളെ വിചാരം ഏറ്റവും ടോപ്പ്, അതിന്റെയും മേലെ ഉണ്ടോ അല്ലെ. അപ്പൊ എത്രയാണ് ദറജകൾ അത് അള്ളാഹുവിന് തന്നെ അറിയുള്ളൂ. ചിലപ്പം പറയുന്നേക്കാം 100 ദറജകൾ, ചിലപ്പം 10 ലക്ഷം 20 ലക്ഷം, പല ദറജകളും പറയുന്നേക്കാം. അപ്പൊ ഏറ്റവും ഉന്നതമായ ദറജകളിൽ എത്തുവാൻ വേണ്ടി, അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ പേഴ്സണലി സ്വന്തമായിട്ടൊരു ഈ മറ്റേ ഇൽമുറ്റോമലിന്റെ ബുക്കാണെങ്കിൽ അങ്ങനെയല്ല, അത് വേറെ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കാം. അതുപോലെ ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, നമ്മള് ഇപ്പൊ വയസ്സായി കഴിഞ്ഞാൽ നമ്മളെ മക്കളെ നമ്മളെ സ്നേഹിക്കും നോക്കും, അതിലൊന്നും വലിയ ഗ്യാരണ്ടി ഒന്നും ഇല്ല. അപ്പൊ അതും കൂടി അങ്ങനെ ഒരു ഇൻ കേസ് അങ്ങനെ ഒരു ചാൻസ് വന്ന് കഴിഞ്ഞ പക്ഷം കാക്കട്ടല്ലേ, നമ്മൾ കിടന്നിട്ട് മക്കളെ ആശ്രയിച്ച് മക്കളെ ബുദ്ധിമുട്ടിച്ച് മരിക്കുന്നതിനെ തൊട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി ഇൻ കേസ് അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ അവര് സ്നേഹത്തോടു കൂടി നമ്മളെ പരിലാളിക്കുന്ന മക്കളും, ഇപ്പൊ നല്ല നല്ല പേരമക്കളൊക്കെ അല്ലെ, ഇപ്പൊ എല്ലാവരും പേരമക്കളും ഡോക്ടറും വലിയ വലിയ പോസ്റ്റില് നല്ല റെപ്യൂട്ടേഷനിലൊക്കെ ഉള്ള മക്കളാ. പക്ഷെ അവരൊക്കെ കാറെടുത്ത് ഉമ്മമാരെ കൊണ്ടുപോയി ശമ്പളം കിട്ടിയ ഉമ്മമാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മക്കളായി തീരണമെന്നൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ചില ഉമ്മമാര് പറയാം നമുക്കൊന്നും വേണ്ട, നമുക്കൊന്നും വേണ്ട, അങ്ങനെ പറയരുത് ഒരിക്കലും. നമുക്ക് എന്തെങ്കിലും അവർക്ക് തന്നെങ്കിലല്ല അവർക്ക് ഒരു എന്താ പറയുക, നമ്മൾ ഒരുപാട് അവരെ കഷ്ടപ്പെട്ട് രാത്രി ഉറക്കൊഴിഞ്ഞ് പോറ്റേനൊക്കെ അവർക്കും എന്തെങ്കിലും പ്രതിഫലം കിട്ടണമെങ്കിൽ അവർ നമുക്കായിട്ട് എന്തെങ്കിലും നൽകണം അല്ലെ. ഒരു ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോയി തരിക, നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴുള്ള ചെറിയ ബാഗ്, ഉമ്മക്ക്
അനിയത്തിന്റെ ഏട്ടത്തിന്റെ വീട്ടിലൊക്കെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ചെറിയ ബാഗോ അല്ലെങ്കിൽ മരുന്നിടുന്ന ബോക്സോ ഒക്കെ കൊണ്ടുപോയി തന്നാൽ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കണം. അത് വേണ്ട എന്തിനായിരുന്നു എന്ന് ചോദിക്കരുത്. ആ ശീലങ്ങൾ അവരിൽ വളർത്തിയെടുക്കണം. പ്രത്യേകിച്ച് ഉമ്മമാർ ശ്രദ്ധിക്കണം. വല്യമ്മമാർക്ക് നിങ്ങളെ ഉമ്മമാർക്ക് എന്ത് ചെയ്യുന്നത് നിങ്ങളെ കുട്ടികളെ കാണിച്ചിട്ട് ചെയ്യണം. എങ്കിലേ അവർക്ക് അതുപോലെ ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിലെ അന്നേ ദിവസം കംപ്ലീറ്റ് ദുവാകൾ, ഇന്റെ ദുവാ എന്ന് മാത്രമല്ല, നിങ്ങൾ ഏതെല്ലാം ദുവാ പഠിച്ചിട്ടുണ്ട്, ഏതെല്ലാം ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്, ആ ദുവാകളൊക്കെ എടുത്ത് വെച്ച് എല്ലാ ദുവാകളും ചെയ്യാം. ഏത് ദുവാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുക. പിന്നെ അതുപോലെ എല്ലാ ഓരോ ദുവായുടെ ഒപ്പം നിങ്ങൾ നമ്മോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തവരുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ എന്ന് പറയണം. ഞാനൊക്കെ എപ്പം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ആണുങ്ങൾ വരെ പറയും നമ്മൾ ദുവാ ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിക്കും നമ്മൾ ഇവർക്ക് വേണ്ടി ആക്ച്വലി ദുവാ ചെയ്യുന്നുണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെ എല്ലാ ദുവാകളോടൊപ്പം നമ്മളോട് ദുവാക്ക് വസിയത്ത് ചെയ്തവരുടെ ദുവാകൾ സ്വീകരിക്കാനും അവർ നമുക്ക് വേണ്ടി എന്തൊക്കെ പറഞ്ഞു അത് പിന്നെ ജീവിതകാലത്തും മരണകാലത്തും നമുക്ക് ഉപകാരപ്പെടാം അല്ലെ? പലരും പലതും പറയും, നിങ്ങൾക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള പിന്നെ വിധി കൂട്ടട്ടെ, നിങ്ങൾക്ക് ഒരുപാട് ആയുസ് ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ, എഴുതാനുള്ള ബുദ്ധി ഉണ്ടാവട്ടെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ അള്ളാഹു സ്വീകരിച്ചെങ്കിലല്ലേ അതിന്റെ ഒക്കെ ഫലം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ദുവാ നല്ല ദുവാ അല്ലേ? അള്ളാഹു എല്ലാ ദുവാകളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ അപ്പം ദിസ് ഈസ് എ വാല്യുബിൾ ഓഫർ. ഇതെന്ന് അറിയുന്നത് അറഫാ ദിനം എന്ന് പറയുന്നത് ദുആയുടെ ഒരു വാല്യുബിൾ ഓഫർ ആണ് അല്ലെ? അള്ളാഹുവിൽ നിന്നുള്ള ഒരു പിന്നെ വാല്യുബിൾ ഓഫർ ആണ്. വി ഹാവ് ടു റിസീവ് വിത്ത് റെസ്പെക്ട്ഫുള്ളി അല്ലെ? നമ്മൾ അത് റെസ്പെക്ട് വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുകയും അന്നേ ദിവസം അതിനുവേണ്ടി വേണമെങ്കിൽ തലേ ദിവസം പലതും നമുക്ക് ചെയ്തു വെക്കാം. അന്ന് ചെയ്യാനുള്ള പണികളൊക്കെ അല്ലെ? ബാങ്കിന്റെയും മെക്കാമത്തിന്റെ ഇടയിലും പിന്നെ നട്ടുച്ച സമയത്ത് ആകാശലോകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണ്. ആ സമയത്തും നമുക്ക് ധാരാളമായി സൽക്കർമ്മങ്ങൾ ദുആകളൊക്കെ ചെയ്താൽ അള്ളാഹുവിലേക്ക് കയറി പോകുന്നതായിരിക്കും അത്രേ. അപ്പം അൽഹംദുലില്ലാ മാഷാ അല്ലാ, അങ്ങനെ ആ ദിവസങ്ങൾ ഇത്രയും പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഇത്രയും നന്നായിട്ടൊന്നും ചിലപ്പോൾ ആരും പറഞ്ഞു തന്നിരിക്കില്ല. ഇനിയും അറഫാ ദിവസത്തിന്റെ പ്രത്യേകതകൾ ഉണ്ട്. അത് പറയണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. പറയണോ? മൈക്ക് അൺമ്യൂട്ട് പറയണം. ബോറായി പോയാലോ അല്ലെ? ഇൻഷാ അല്ലാ അറഫാ ഇതര സവിശേഷതകളും കൂടെ പറഞ്ഞു തരാം ഇൻഷാ അല്ലാ. ബില്ലാഹി തൗഫീഖ്. എന്താണ് അപ്പൊ ആ ദിവസങ്ങൾ നമ്മൾ ഒരു കാരണവശാലും അല്ലെ നഷ്ടപ്പെടുത്തരുത്. മാക്സിമം ആ അറഫാ ദിവസത്തിന്റെ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികളെയും ഭർത്താക്കന്മാരെയും ഒക്കെ നോമ്പ് പിടിപ്പിക്കുകയും ചെയ്യുക അല്ലെ? ഹൈറു ദുആഉ ഈ ദുആഉ യൗമുൽ അറഫ, അറഫയുടെ ദിവസത്തിലെ ദുആ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാൻ. അന്ന് പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ സുപ്രധാന മാസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ മാസം അല്ലെ? പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പലരും ഇന്ന് പിന്നെ ഹജ്ജിന്റെ സ്ഥലത്താണ് ഉള്ളത്. അവരൊക്കെ മീനായിലും പിന്നെ മുസ്തലിഫയിലൊക്കെ പോകാനുള്ള ഒരുക്കത്തിലാണ് അല്ലെ? അന്നേ ദിവസത്തിന്റെ മറ്റൊരു മഹാത്മ്യം എന്താണെന്ന് വെച്ചാൽ നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ മോചനം ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് മുൻപ് മരിച്ചു പോയിട്ടുള്ള ഒരുപാട് പൂർവ്വ പിതാക്കൾ, എനിക്ക് ഏകദേശം 1-2 പിതാവിന്റെ പേര് മാത്രമേ അറിയുള്ളൂ. അതിന്റെ മേലോട്ടൊന്നും അല്ല. നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല അല്ലെ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര 30ഓളം പിന്നെ പുസ്തകങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് കാണാം. അപ്പൊ നമുക്ക് അവരുടെ പേര് അറിഞ്ഞുകൂടാ. പക്ഷെ അവരൊക്കെ ഒരുപാട് ശിർക്ക് ചെയ്തവരും എന്തൊക്കെയോ പാപങ്ങൾ ചെയ്തവരും ഒക്കെ ആണ്. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. അന്നേ ദിവസം നരകത്തിൽ നിന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഭക്ത നമസ്കാരത്തിലും പൂർവികന്മാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പാപമോചനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ദുആ ചെയ്തിടണം അല്ലെ? കാരണം നമുക്കറിയില്ല അവരെന്തൊക്കെ അവര് പിതാമഹന്മാർക്ക് വേണ്ടി മാത്രമല്ല, നമ്മളുടെ ഉറ്റ സുഹൃത്തുക്കളും നമ്മുടെ ഏറ്റവും അടുത്തവരും നമുക്ക് ഉപകാരം ചെയ്തവരും സലഫു സ്വാലിഹ്യങ്ങളായ പണ്ഡിതന്മാരും നമുക്ക് ഇൽമ പറഞ്ഞു തന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്താം അല്ലെ? പിന്നെ ഒരടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ
പിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഏറെ ഇടമുള്ള ഒരു ദിവസമാണ്. അറഫാ ദിനത്തേക്കാൾ നല്ലൊരു ദിവസം വേറെ ഇല്ല. അപ്പൊ അതിന്റെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റിയാണ് അല്ലെ. അതായത് അറഫാ ദിനത്തോളം അത്രയും ആളുകൾ അത് തന്നെയാണ് ഇബിലീസിനെ ഭയങ്കര ദേഷ്യം. ഇബിലീസ് കരഞ്ഞോടുന്നതിന്റെ കാരണം അതാണ് അല്ലെ. അപ്പൊ സോ വി പ്രേ ഫോർ അല്ലെ, നമ്മളെ പണ്ടുള്ള പൂർവികർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ദുആ ചെയ്യാം. പിന്നെ അറഫയിൽ ഒരുമിച്ച് കൂടുന്നവരെ അള്ളാഹു പ്രശംസിച്ച് സംസാരിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഈ അറഫാ ദിനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ദുൽഹജ്ജയിലെ മാസത്തിൽ മാത്രമാണ് നമ്മുടെ പിന്നെ ഇസ്ലാം കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള 5 കർമ്മങ്ങൾ നടക്കുന്നത് അല്ലെ. നോമ്പ്, നമസ്കാരം, സക്കാത്ത്, പിന്നെ ഹജ്ജ് അല്ലെ. ഈ 5 കർമ്മ ഷഹാദത്ത് അല്ലെ, എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് നടക്കുന്ന ഒരു മഹത്തായ സുദിനം കൂടാണത്. അപ്പൊ അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നിലധികം സ്ഥലങ്ങളിൽ സത്യം ചെയ്ത് പറഞ്ഞതിലാണ് ഈ അറഫാ ദിനം അല്ലെ. ഷാഹിദി വ മഷ്ഹൂദ് കുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. വയൗമിൽ മൗഊദ്, അതായത് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമാണ് അല്ലെ. അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നുണ്ട്, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം എന്നത് ഖിയാമത്ത് നാളാണ്. സാക്ഷ്യം വഹിക്കുന്ന ദിവസം എന്നുള്ളത്, സാക്ഷി എന്നത് ജുമാ ദിവസവുമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യത്തെ അറഫ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഫ്രൈഡേ ആണ്. അതേസമയം പിന്നെ UAE അങ്ങനെ അല്ലെ, പിന്നെ മക്കത്തും സൗദിയിലും ഒക്കെ തലേ ദിവസം പിന്നെ വ്യാഴാഴ്ച ദിവസമായിരിക്കും. പിന്നെ അതുപോലെ സൂറത്തുൽ ഫജറിൽ ഒരായത്താണ് വശഫഈ വൽ വിത്ർ, അതും അറഫാ ദിനത്തെ കുറിച്ച് തന്നെയാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബലിപെരുന്നാൾ ദിവസവും ഒരു ഒറ്റ അറഫ, അതായത് ഇരട്ട വശഫഈ വൽ വിത്ർ എന്ന് പറയുന്നത് ഇരട്ടയും ഒറ്റയുമാണ് സത്യം എന്ന് പറയുന്നത്. ബലിപെരുന്നാൾ 8 ദിവസങ്ങളിലും അറഫ ദിനം ഒറ്റയിലും 9-ലുമാണ്. അപ്പൊ അതുകൊണ്ടാണെന്നാണ് അപ്രകാരം പറയുന്നത്. പിന്നെ നമുക്കറിയാം ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് ഏത് ദിവസമാണ്? പിന്നെ ലൈലത്തുൽ ഖദർ രാവുകളിലാണ്. അതേസമയം ഖുർആൻ പൂർത്തീകരിക്കപ്പെട്ടത് അല്ലെ, അള്ളാഹുവിന്റെ അനുഗ്രഹവും ദീനും ഉമ്മത്തിങ്ങളിൽ മേൽ പൂർത്തീകരിക്കപ്പെട്ട ദിവസമാണ് പിന്നെ ഏത് യൗമുൽ അറഫ അല്ലെ. ഇനി അറഫക്ക് ഒരുപാട് പ്രത്യേകതകൾ ഇനിയും ഉണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന ഫമനു അല്ലെ. അതായത് അന്നേ ദിവസം നിങ്ങളുടെ ജീവിതം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്കുള്ള ജീവിത വ്യവസ്ഥയായി തൃപ്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മഹത്തായ സുദിനമാണ് ഈ അറഫാ ദിനം. പിന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തെ കുറിച്ച് ഒരു പിന്നെ എന്താ പറയാ, ഒരു പിന്നെ ജൂതൻ പിന്നെ ഉമർ ഖത്താബിനോട് പറയുകയുണ്ടായി, ഈ ഒരു ദിവസം ഉണ്ട്, നിങ്ങളെ ഖുർആനിൽ ഒരു വചനം ഇറങ്ങിയ ഒരു മഹത്തായ ദിവസം നമ്മൾക്കാണ് ഇറങ്ങിയതെങ്കിൽ നമ്മൾ അതൊരു ഈദായിട്ട് ആഘോഷിക്കുമായിരുന്നു. അപ്പം പിന്നെ ഉമർ ഖത്താബ് ചോദിക്കുന്നുണ്ട്, മാതാ യൗമൻ, ഏതാണ് ആ ദിവസം? അന്നേരം അവര് പറയും ഈ അറഫ ദിവസത്തെ കുറിച്ചാണെന്ന്. അപ്പൊ നമ്മളും തന്നെ അറഫ ദിവസത്തില് ഹാജിമാർക്ക് നോമ്പില്ല, അവര് ഒരുപാട് അലച്ചിലാണ് ഇഹ്റാം കെട്ടി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഒന്നും പറഞ്ഞ് ഇങ്ങനെ അവരിങ്ങനെ ഓട്ടത്തിലാണ്. അവർക്ക് നേരത്തിന് ഭക്ഷണവും ഉണ്ടാവില്ല, വെള്ളവും ഉണ്ടാവില്ല. അതേസമയം നമ്മളാണെങ്കിലോ അവർക്ക് താത്താത്മ്യം പ്രാപിച്ചുകൊണ്ട് നോമ്പ് പിടിച്ച് ദുആകളിലൊക്കെ ആയിരിക്കും അല്ലെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അറഫാ ദിനവും ബലിപെരുന്നാൾ യൗമ അറഫ വയൗമ നഹരി അയ്യാമു തശ്രീഖ് എന്തന അഹ്ലുൽ ഇസ്ലാമി വഹിയ അയ്യാമുൽ അഖ്ലു വശറാബ് അല്ലെ. ആ ദിവസങ്ങൾ അറഫാ ദിനവും ബലിപെരുന്നാൾ ദിവസവും അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ, അതായത് നിങ്ങളൊക്കെ മറ്റേ എന്താ പറയാ അയ്യാമുൽ ബീദ് നോമ്പ് നോൽക്കുമ്പോൾ ഈ ഹജ്ജ് മാസത്തിലെ 13ാമത്തെ ദിവസത്തെ നോമ്പ് നോൽക്കേണ്ടതില്ല. കാരണം ആ ദിവസങ്ങൾ തിന്നുവാനും കുടിക്കുവാനും ഉള്ളതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതിൽ 13 നോമ്പ് നോൽക്കേണ്ടതില്ല, 14ഉം 15ഉം ഒക്കെ എന്ന് വിചാരിച്ച് മുഴുവൻ ഒഴിവാക്കണ്ട കേട്ടോ. എന്നാൽ ഹജ്ജിന് പോകാത്തവരുള്ളതാണ് അറഫാ ദിനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ, ഹജ്ജിന് പോകാത്തവർക്കാണ് അറഫയിലെ നോമ്പ്.
പിന്നെ ഒരടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഏറ്റവും നല്ല ദിവസം, ദുആകൾ സ്വീകരിക്കുന്ന ദിവസം, അള്ളാഹു പിന്നെ ആകാശലോകത്തിൽ നിന്ന് താഴേക്ക് വരുന്ന ദിവസം, ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കാരണമായ ദിവസം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദിവസം അറഫയുടെ സായാഹ്നത്തിൽ സുഫിയാൻ സുഹരി റഹിമഹുള്ളാഹിന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം മുട്ടുകുത്തി നിന്ന് കരഞ്ഞ് നിറഞ്ഞൊഴുകിയ കണ്ണുകളുമായി ദുആ ചെയ്യുക. അപ്പൊ പ്രാർത്ഥിക്കുമ്പോ പ്രത്യേകം പറയാൻ വിട്ടുപോയി, നമ്മുടെ പാവങ്ങളൊക്കെ എണ്ണി പറഞ്ഞ് കുട്ടികളും ജഗപൊകയൊന്നുള്ള സ്ഥലത്തല്ല, സുജൂദിലോ അല്ല, 2 കൈകൾ ഉയർത്തിയിട്ടോ ബാങ്കിന്റെ കാമത്തിന്റെ ഇടയിലോ ലഹർ ബാങ്ക് കേട്ട ഉടനെ അന്നേരം ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നല്ലോ. അപ്പൊ ആ സമയങ്ങളിലോ അല്ലെങ്കിൽ അറഫന്റെ നോമ്പ് തുറക്കാൻ സമയത്തൊക്കെ വളരെ സങ്കടത്തോടു കൂടി ആളില്ലാത്തടത്തിലൊരു മുസല്ല വിരിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം, സിൻസിയറായിട്ട് തന്നെ പ്രാർത്ഥിക്കണം. നമ്മളെ ആളുകൾ, ഞാനിപ്പോ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നടത്തും. ആ ഗ്രൂപ്പിൽ വന്ന് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നമ്മുടെ ഫാമിലിയിൽ എങ്ങനെ ദഅവ നടത്താമെന്നല്ലേ. അപ്പൊ ഫാമിലി ദഅവ ഇസ് എ ബിഗ് പ്രോബ്ലം. അപ്പൊ നമ്മള് ഒരു സഹോദരി പറഞ്ഞു, ഞാൻ ഈ മിഷ്കാത്ത് ഗ്രൂപ്പും യാസീൻ ഗ്രൂപ്പും കണ്ടിട്ട് ഒരുപാട് ആളുകളെ ചേർത്തി, എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ചേർന്ന്, എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും ചേർന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മളൊരു പിന്നെ കാര്യം, ഒരു ദീനിന്റെ ഒരു നല്ല കാര്യം ഇപ്പൊ പിന്നെ നമ്മളെ വീട്ടിൽ നമ്മളെ സ്വന്തപ്പെട്ട ഒരാൾ സ്വീകരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പുറത്തു നിന്ന് 100 ആളുകൾക്ക് ദഅവ നടത്താനല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതും കൂടെ നിങ്ങൾ ദുആകളിൽ ഉൾപ്പെടുത്തണം. നമ്മൾ പറയുന്ന സത്യസന്ധമായ കാര്യങ്ങൾ, ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങളിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നും തന്നെ ആൾക്കാർക്ക് കേൾക്കാനുള്ള ഒരു സന്മനസ്, ഇവൻ നമ്മുടെ കുട്ടികളും ഭർത്താക്കന്മാരും ഒക്കെ തന്നെ അങ്ങനെ ഒരുപാട് ഖുർആൻ ഓതുകയും ബാക്കി പിന്നെ കാണാൻ ഹിഫ്ലാക്കിയൊക്കെ ചെയ്യുന്നവർ, ഇവർക്ക് പ്രാന്താണെന്നുള്ള രീതിയിലാണ് ആണുങ്ങളും കുട്ടികളൊക്കെ പ്രതികരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമുക്ക് ദുആ ചെയ്യണം. നമ്മുടെ പിന്നെ ദാവത്ത് അവരും കൂടെ അട്രാക്റ്റഡ് ആവാനും അവർ സ്വീകരിക്കുവാനും അല്ലെ. പിന്നെ ആദമിന്റെ മുതുകിൽ നിന്നാണല്ലോ നമ്മളൊക്കെ സൃഷ്ടിച്ചതിലെ. അത് അറഫാ ദിനത്തിൽ വെച്ച് അള്ളാഹു മനുഷ്യന്മാരോടൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലെ. എന്താ ചോദ്യം? സന്തതികളെയും ഒരുമിച്ച് കൂട്ടി കണങ്ങളെപ്പോലെ നിങ്ങളെ പിന്നെ മുന്നിൽ നിർത്തിയ ശേഷം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു അല്ലെ. എന്താ സംസാരിച്ചത്? നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തെടുത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ നേരത്തെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്തു. അത് അള്ളാഹു എല്ലാ മനുഷ്യന്മാരോട് കൂടിയായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബൽ ഷഹിദന അല്ലെ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്നുള്ള ഒരു ചോദ്യം സകല മുസൽമാനോടും, സകല ലോകത്തിലുള്ള മുസ്ലിം, ക്രിസ്ത്യാനി ആയാലും ജൂതനായാലും ഒക്കെ അവരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അലസ്തു ബി റബ്ബിക്കും ഖാല ബൽ, പിന്നെ അലസ്തു ബി റബ്ബിക്കും എന്ന് വെച്ചാൽ ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന്. അപ്പൊ അവര് പറയുന്നു ഖാലൂ ബലാ ഷഹീദിന, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അതും കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഒരു വലിയ ഇഷ്ടമാതിരി ദൈവങ്ങളെ ഉണ്ടാത്തഹിദു മിൻ ദൂനില്ലാഹി ആലിയത്തെ, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ കുറെ ആരാധ്യന്മാരെ സൃഷ്ടിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്ന ഒരു മറുപടി എന്താല്ലേ, നമുക്ക് അള്ളാഹുവിലേക്ക് ഒരു അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നത് അല്ലെ. ഔ തഖൂലൂന ഇന്നമാ അശ്റക ആബാഉന മിൻ ഖബ്ലി വകുന്നാ ദുർരിയ്യത മിൻ ബഅദിഹിം അഫതഹ്ലികൂനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ, ഞങ്ങൾ അവർക്ക് ശേഷം സന്താന പരമ്പരകളായി വന്നവർ മാത്രമാണ് എന്നിരിക്കെ സത്യവാദികൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞേക്കും എന്നതിനാൽ അല്ലെ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അവര് പറയും നമ്മളോട് നിങ്ങൾ അള്ളാഹ് പറഞ്ഞിട്ടൊന്നും ഇല്ലാലോ അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ അറഫാ ദിനത്തിൽ ആദമിന്റെ മുതുകളിൽ നിന്ന് ഇത്രയും ആളുകളെ ഒരുമിച്ച് കൂട്ടി, ലോകത്തിലെ മുഴുവൻ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇത്തരത്തിലുള്ള ഒരു പ്രതിജ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുപ്പിച്ചത് അല്ലെ. പിന്നെ ഇതിന്റെ പിന്നെ മൊത്തത്തിലുള്ള പ്രതിഫലങ്ങൾ ഒന്നും കൂടെ അല്ല, അറഫാ ദിനത്തിന്റെ പിന്നെ എന്താ പറയാ പ്രത്യേകതകൾ, സവിശേഷതകൾ ഒന്നും കൂടെ സമറൈസ് ചെയ്ത് പറഞ്ഞാൽ, കൺക്ലൂഷൻ ആക്കി തന്നാൽ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ പുണ്യമേറിയ ആദ്യത്തെ ദുൽഹജ്ജ് 10 ദിവസങ്ങൾ സൽക്കർമ്മങ്ങൾക്ക് ഉത്തമമാണ്. അതിൽ തന്നെ അറഫയുടെ ദിവസം പുണ്യ ദുആകൾക്ക് ശ്രേഷ്ഠമാണ്. പിന്നെ
വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, കർമ്മങ്ങൾ അതായത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ്, പ്രതിഫലാർഹമാണ്, മഹത്തരമാണ്. പിന്നെ ഏറ്റവും നല്ല പ്രാർത്ഥന, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾക്കാണ് ഒരുപാട് പ്രതിഫലം. അതുകൊണ്ട് തന്നെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നിൽക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ റമദാനിലെ അവസാനത്തിലെ 10 പകലുകൾക്ക് പോലും ഇല്ലാത്ത പ്രത്യേകതയുണ്ട്. പിന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, ദുൽഹിജ്ജ അതൊരു വലിയൊരു പോയിന്റ് ആണ്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 നമസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരത്തിന് റമദാനിൽ നമസ്കരിക്കുന്ന 2 റക്അത്തിനേക്കാൾ പുണ്യമുണ്ട്. എന്ത്? ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 നിസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരത്തിന് റമദാനിൽ നമസ്കരിക്കുന്ന 2 റക്അത്ത്. അപ്പൊ നിങ്ങൾ ദുഹാ നമസ്കാരവും പിന്നെ തഹജ്ജുദും മറ്റേ എന്താ പറയാ എല്ലാ ഫർള് നിസ്കാരത്തിന് മുമ്പിലുള്ള സുന്നത്തുകളും ഉളുവിന്റെ സുന്നത്തുകളൊക്കെ ഒന്ന് ഭക്തരിൽ കാര്യമായിട്ട് സ്വീകരിച്ച് സാധാരണതയിൽ അധികരിപ്പിച്ച് നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെ? എന്ന് വെച്ചാൽ ഒരുപാട് പ്രതിഫലം ഉള്ളത് കൊണ്ട് തന്നെ ഈ 10 ദിവസങ്ങൾ അതിനുവേണ്ടി മാത്രം ഒരുങ്ങി നിൽക്കുക. കാരണം ഇപ്പൊ ക്ലാസ്സുകളൊക്കെ ഇപ്പോഴാണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങിയത്. ഞാൻ ഈ മാസം സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞ മാസം തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചത് കൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുവിധം ജോലികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ഇതിൽ ഇൻവോൾവഡ് ആയിട്ടുണ്ടാവുന്നു. പിന്നെ അറഫയുടെയും ബലിയുടെയും ദിവസങ്ങൾ, അത് 2 ദിവസങ്ങളും നമുക്ക് 2 ദിവസമല്ല 13 ഉച്ചരിയുന്ന വരെയുള്ള ദിവസങ്ങൾ നമുക്ക് തിന്നുവാനും കുടിക്കുവാനും ഉള്ളതാണ്. പിന്നെ ഈ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച കടന്നു വരുന്നുള്ളത് ഏറെ പുണ്യം നിറഞ്ഞതാണ്. ഏറെ ശ്രേഷ്ഠമുള്ള ഈ ദിവസങ്ങളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സലഫുകൾ പ്രത്യേകം ശ്രദ്ധ കാണിച്ചിരുന്നു. അപ്പൊ അവരൊക്കെ ഒരുപാട് ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ നമ്മളും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് സമയമായി തോന്നില്ല ക്ലാസ്. ഇൻഷാ അല്ലാഹ് അതിന്റെ പെയ്യാനായി. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ദിനങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക. അവന്റെ കാരുണ്യത്തിനുള്ള ചില ദാനങ്ങളുണ്ട്, അല്ലെ? അതായത് മീൻസ് ഓഫറുകൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അള്ളാഹു ഓഫർ പറഞ്ഞ പല ദിവസങ്ങളും പല സുദിനങ്ങളും പല സമയങ്ങളും പല പ്രവാചകന്മാരും പല സ്ഥലങ്ങളും ഉണ്ട്. അത് നമ്മൾ അന്വേഷിച്ചു കൊള്ളുക, അല്ലെ? അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് അവനത് നൽകുന്നതാണ്. ചിലപ്പോൾ അത്തരം വല്ല ദാനവും നമുക്ക് നൽകപ്പെട്ടാൽ നമ്മള് പിന്നെ സൗഭാഗ്യം സ്വീകരിക്കേണ്ടതുമാണ്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു പറയുന്നു, തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ് സൽക്കർമ്മങ്ങൾ വെച്ചാല് അത് ദിക്റെടുത്തും ദുആ ചെയ്തും നിസ്കരിച്ചും മതിയായി എന്ന് തോന്നുന്ന വിധത്തിൽ അവലുകൾ ചെയ്തിരുന്നു, അല്ലെ? അൽഹംദുലില്ലാഹ്. പണ്ടുള്ള വർഷങ്ങളിലൊന്നും നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ വിവരം ഉണ്ടായിരുന്നില്ല. അന്നേരം നമ്മൾ ഷോൾ എടുക്കാനും ചെരുപ്പ് എടുക്കാനും ഷൂ എടുക്കാനും രാത്രി ഐസ്ക്രീം കുടിക്കാനും ബീച്ചിൽ അടിച്ചു പൊളിക്കാനൊക്കെ പോകുമായിരുന്നു, അല്ലെ? നമ്മളല്ല ചിലര് പോകുന്നവര്. അപ്പൊ പിന്നെ ബലിപെരുന്നാൾ ദിവസം 10ാമത്തെ ദിവസം ബലിപെരുന്നാളാണ്. അന്നേരം നോമ്പ് പിന്നെ ഹറാമുമാണ്. അറഫാ ദിനം പാപമോചനത്തിന്റെയും നരകമോചനത്തിന്റെയും ദിനമാണ്. അറഫാ ദിനത്തിൽ പങ്കെടുത്തുന്ന ഹാജിമാർക്കെല്ലാം പുറത്തു കൊടുത്തിരിക്കുന്ന അവരുടെ ആവശ്യങ്ങളും അവരും നിറവേറ്റും. അതുപോലെ അതിഥികളായി അവർ ആർക്കെല്ലാം പിന്നെ റെക്കമെൻഡ് ചെയ്തുവോ അതും പുറത്തിടുന്നു. ദാറ്റ് ഈസ് മച്ച് ഇനഫ്, അല്ലെ? ഇതുപോലെ ഇത്രയും മഹത്വങ്ങൾ ഏറിയ ഒരു ഓഫറുകൾക്കിടയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹ്. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കും ഒരുപാട് പാപമോചനവും നരകമോചനവും നമ്മുടെ പൂർവികന്മാർ ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കാനും നമ്മുടെ ഭാവിയിലെ മക്കള് സൽസന്താനങ്ങളായി തീരുവാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഹാജിമാരും അടങ്ങുന്ന പോലെ തന്നെ ഒരു ഉമ്മ പ്രസവിച്ച റജാക്കയൗമി വലദത്ഹു ഉമ്മുഹു എന്ന പാകത്തിൽ മടങ്ങാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അവരുടെ ഒരു സിസ്റ്റർ ഒരു കാര്യം, വളരെ ഖേദകരമായ ഒരവസ്ഥയിലുള്ള കാര്യം എന്നോട് പറഞ്ഞു. അവർക്ക് മൊത്തത്തിൽ ബോഡി നീരാണ്, ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല, എണിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ടോയ്ലറ്റ് പോകണമെങ്കിൽ വയറൊക്കെ ആരെങ്കിലും താങ്ങി കൊടുക്കണം. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവര് പറഞ്ഞ നമ്മൾ കുത്തിയിട്ട് നീര് കിട്ടുന്നില്ല. അത് വളരെ ഒരു വിഷമകരമായ അവസ്ഥയിലാണുള്ളത്. അപ്പൊ അള്ളാഹുവിനെ സാക്ഷി നിർത്തി അള്ളാഹുവിന്റെ ഹർഷിനോളം എത്തുന്ന ഒരു ദുആ, അല്ലെങ്കിൽ ഒരു ക്ലാസ്, ഒരു മഹനീയ സംരംഭമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതുകൊണ്ട് കോമ സ്റ്റേജിൽ നമ്മുടെ പിന്നെ മിഷ്കാത്ത് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2-3 ആളുകൾ കോമ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം പൂർണ്ണ ആരോഗ്യമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അവരെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞ് നല്ല നിലയിലാവട്ടെ. ഏറ്റവും അഫ്ളലായത് അള്ളാഹു വിധിക്കട്ടെ. പിന്നെ നമ്മൾ അതുപോലെ ഒരു മെയിനായിട്ടുള്ള ഒരു ഗ്രൂപ്പില്
ഒരാൾക്ക് പിന്നെ കിഡ്നീനെ സംബന്ധിക്കുന്ന അസുഖമാണ്. പക്ഷെ അതൊരു ക്ഷമയില്ലാത്തൊരു രോഗിയും കൂടെ ആയതുകൊണ്ട് അവരെ കൊണ്ട് മക്കളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക.